കാണിച്ചു തരാൻ പറ്റുമോ? എവിടെയാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? വിശ്വസിച്ചു എന്ന് എവിടെയാണ് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചോദ്യങ്ങളെ കേട്ടാൽ വിചാരിക്കും ആരും പറഞ്ഞില്ല. നോക്കൂ നിങ്ങൾ, എന്താ ഇവരുടെ തന്നെ ഒരു മാസിക കേട്ടോളൂ. ഏതാ മാസിക? സുന്നത്ത് മാസിക. സുന്നത്ത് മാസികയിൽ പറയുകയാണ്, ശ്രദ്ധിച്ചോ, മനുഷ്യന് വല്ല ബുദ്ധിമുട്ടും ബാധിച്ചാൽ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും നമ്മോടവൻ സഹായം തേടും. അവന്റെ ബുദ്ധിമുട്ട് നാം അവന് നീക്കിക്കൊടുത്താൽ മുമ്പവന് ബാധിച്ച ബുദ്ധിമുട്ടിൽ നമ്മോട് പ്രാർത്ഥിച്ചിട്ടില്ലാത്ത പോലെ സത്യനിഷേധത്തിൽ തുടരുകയും ചെയ്യും. യൂനുസ് 12. ഇനി കേട്ടോ, യഥാർത്ഥത്തിൽ അനുഗ്രഹങ്ങളും ആപത്തുകളും നൽകുന്നതും നീക്കുന്നതും അല്ലാഹു മാത്രമാണെന്ന വിശ്വാസത്തോടൊപ്പമാണ് സത്യനിഷേധികൾ അവ നിഷേധിക്കുന്നത്. എന്തേ പറഞ്ഞത്? അനുഗ്രഹങ്ങളും ആപത്തുകളും നൽകുന്നതും നീക്കുന്നതും അല്ലാഹു മാത്രമാണെന്ന വിശ്വാസത്തോടൊപ്പമാണ് സത്യനിഷേധികൾ എന്ത് ചെയ്യുന്നത്? അവ നിഷേധിക്കുന്നത്. ഏത് അടിയത്ത ആയത്ത് കേട്ടോ, നമ്മളിവിടെ ഒരു ആയത്ത് തന്നെ തെളിവുന്നത് സുന്നത്ത് മാസിക. ചോദിക്കുക, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ജീവനം നൽകുന്നത് ആരാണെന്ന്? ഞാൻ ആയത്തിൽ യൂനുസ് 31 ആയത്താണ് ഇവിടെയും തെളിവിന് കൊടുത്തത്. എന്നിട്ട് പറയണേ, ശ്രദ്ധിച്ചോ, ബഹുദൈവ വിശ്വാസികളും ദൈവനിഷേധികളും അംഗീകരിക്കുന്ന ഒരു സത്യമുണ്ട്. ഒരു സത്യമുണ്ട്, ഒരു അംഗീകരിക്കാത്ത സത്യമല്ല, അംഗീകരിക്കുന്ന ഒരു സത്യമുണ്ട്. അതെന്താ? ഈ പ്രപഞ്ചത്തിന്റെ കുറ്റമറ്റ രീതിയിലുള്ള പ്രവർത്തനത്തിന് പിന്നിൽ ശക്തവും സമ്പൂർണവുമായ ഒരു ദൈവത്തിന്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നതാണത്. നിലനിൽപ്പിനാവശ്യമായ ഭക്ഷണവും വെള്ളവും വായുവും നൽകുന്നത് അവനാണെന്നവർക്ക് നന്നായി അറിയാം. നന്നായി അറിയാം. ആരാ പറയുന്നത്? സുന്നത്ത് മാസികയിലാ പറയുന്നത്. കണ്ടോ, സുന്നത്ത് മാസിക അബൂജഹലിന്റെ മൗലൂദിനുണ്ടോ? അബൂജഹലിന്റെ മൗലൂദ സുന്നത്ത് മാസിക. നന്നായി അറിയാം. ഇനി കേട്ടോ, വൈരുദ്ധ്യാധിഷ്ഠിത വഹാബിസം എന്ന പുസ്തകത്തിൽ അവതാരിക എഴുതിയതാരാണ്? മാളിയേക്കൽ സുലൈമാൻ സത്താർ. മാളിയേക്കൽ സുലൈമാൻ അവതാരിക എഴുതിയിട്ടുള്ള ആ പുസ്തകത്തിൽ പറയുന്നത് കേട്ടോ, മക്കാ മുശ്രിക്കുകളെ കുറിച്ച് എന്താ പറഞ്ഞത്? വിശ്വസിച്ചൂന്നോ വിശ്വസിക്കൂലാണോ? ശ്രദ്ധിച്ചോ, മലയാളത്തിലാണ്, ശ്രദ്ധിച്ചോളൂ. മക്കാ മുശ്രിക്കുകൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നില്ലേ? ചോദ്യം. വിശ്വസിച്ചിരുന്നു. കുട്ടി ദൈവങ്ങൾക്ക് ആരാധിച്ചാലേ ഏകനായ അല്ലാഹുവിലേക്ക് എത്തൂ എന്ന ഒരു തെറ്റായ ധാരണ നിർബന്ധപൂർവം അവർ പുലർത്തിപ്പോന്നിരുന്നു. അതെന്തായി? അള്ളാഹുവിൽ വിശ്വസിച്ചു. ഇതൊക്കെ ഏതാ അള്ളാഹുവിനെ കൂടി വെച്ച് പറയട്ടോ. അടുത്തൊക്കെ ഞാൻ എന്റെ സഹോദരന്മാരെ, കെ.വി. മുഹമ്മദ് മുസ്ലിയാരുടെ ബയാനുൽ ഖുർആൻ, അതിൽ നമുക്ക് കാണാം. ബയാനുൽ ഖുർആൻ എന്ന് പറയുന്ന കെ.വി. മുഹമ്മദ് മുസ്ലിയാരുടെ പരിഭാഷ അന്താവൂരിന്റെയാണ്. മാനസിക രോഗിയാണ് നിങ്ങളോട് പറയും. ഈ ബയാനുൽ ഖുർആൻ എന്ന് പറയുന്ന ഈ കാണുന്ന തഫ്സീറുണ്ടല്ലോ, ഈ തഫ്സീറിന് നിങ്ങൾ എഴുതിയ മദ്ഹ് എത്രയാണെന്നുള്ളത് നമ്മൾ അവിടെ കൊണ്ട് വായിക്കാൻ കിടക്കുന്നുള്ളൂ. മാനസിക രോഗിയുടെ തഫ്സീർ നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ എപ്പോ മാനസിക രോഗം പിടിപെട്ട് അടുത്താണല്ലോ അവരുടെ അതിന്റെയൊക്കെ മുമ്പുള്ളതാണ് കേട്ടോ. എന്തായാലും പറയുന്നത്, മേൽ പറഞ്ഞ കാര്യം ഏത് നമ്മൾ ഓതിയ സൂറത്ത് യൂനുസിലെ 31 ആയത്തുണ്ടല്ലോ, അതിന് വിശദീകരിച്ചുകൊണ്ട് പറയും. അക്കാര്യം സമ്മതിക്കുന്നവരായിരുന്നു മക്കാ മുശ്രിക്കുകൾ. അതായത് പ്രപഞ്ച സ്രഷ്ടാവും നിയന്താവും അല്ലാഹുവാണെന്നാണ് അവർ വിശ്വസിച്ചിരുന്നു. പ്രപഞ്ച സ്രഷ്ടാവും നിയന്താവും അല്ലാഹുവാണെന്നാണ് അവർ വിശ്വസിച്ചിരുന്നു. ഇതിലങ്ങനെയുള്ള കേട്ടോ, വിശ്വസിച്ചിരുന്നത് എന്നായിരിക്കും. കീഴ്ദൈവങ്ങളായി വിഗ്രഹങ്ങളെയും ആരാധിക്കുകയാണ് അവർ ചെയ്തിരുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അതിനും അവർ വിശ്വസിച്ചു. ഈ പുസ്തകം ആയത്തുൽ കുർസി എന്ന് പറയുന്ന ഈ പുസ്തകം, ഇതിന്റെ 8ാമത്തെ പേജിൽ നമുക്ക് 9ാമത്തെ പേജിൽ നമുക്ക് കാണാം. എന്താ പറയുന്നത്? അല്ലാഹു എന്ന ശക്തിയിൽ അവർക്ക് വിശ്വാസവും ഉണ്ടായിരുന്നു. ആരെപ്പറ്റിയാ പറയുന്നറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് മുമ്പുള്ള ജാഹിലിയ്യ അറബികൾ അല്ലാഹു എന്ന പദം ഉപയോഗിച്ചിരുന്നു. മാത്രമല്ല അല്ലാഹു എന്ന ശക്തിയിൽ അവർക്ക് വിശ്വാസവും ഉണ്ടായിരുന്നു. അല്ലാഹു എന്ന ശക്തിയിൽ അവരും വിശ്വസിച്ചിട്ടുണ്ട് എന്നാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ഇനിയും നിങ്ങൾ കേട്ടോ, നിങ്ങൾ എന്താ നമ്മളെ കുറിച്ച് പറഞ്ഞത്? മക്കാ മുശ്രിക്കുകൾ അല്ലാഹുവിൽ വിശ്വസിച്ചു നിങ്ങൾ പറഞ്ഞു എന്നല്ലേ? അപ്പൊ നമ്മൾ മോമിനൂന് പറഞ്ഞു, അവരൊക്കെ ചേർത്തോ ആ പട്ടികയിലേക്ക്? ഇനി കേട്ടോ, സുന്നത്ത് ജമാഅത്തിന്റെ പരിഭാഷയാണ് എന്ന് പാണക്കാട്ട പൂക്കോയ തങ്ങൾ തന്നെ പ്രശംസിച്ചിട്ടുള്ള ടി.കെ. അബ്ദുള്ള മൗലവിയുടെ
തഫ്സീറുൽ ഖുർആൻ എന്ന് പറയുന്ന പരിഭാഷാ ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ നിന്ന് കേൾപ്പിക്കട്ടെ. ഒരു ഹെഡിങ് കാണാം, മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം എന്ത്. കേട്ടോളൂ. സ്രഷ്ടാവ് അല്ലാഹുവാണെന്ന് അവർ വിശ്വസിച്ചിരുന്നുവെങ്കിലും ഇലാഹും റബ്ബും വേറെയുണ്ടെന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. ഇങ്ങനെ സ്രഷ്ടാവ് അല്ലാഹുവാണെന്ന് അവർ പറയാനല്ല, അവർ പറയും, പറഞ്ഞുകൊള്ളും എന്നൊക്കെ അവർ പറയുന്നല്ല. സ്രഷ്ടാവ് അല്ലാഹുവാണെന്ന് അവർ വിശ്വസിച്ചിരുന്നുവെങ്കിലും ഇലാഹും റബ്ബും വേറെയുമുണ്ടെന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. സഹോദരന്മാരെ, മറ്റൊരു പരിഭാഷയിലെന്ന് കൂടി കൽപ്പിക്കാം. അന്ന് പറഞ്ഞതിൽ അപ്പുറാപ്പി പറയുന്നത്, അന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ തെളിവാ പറയുന്നത്. ലക്കവും പേജും പുസ്തകവും അറിയാതെ വിഷമിച്ച് മറുപടി പറയാതിരിക്കണ്ട. കേട്ടോളൂ എന്താ പറയുന്നത്. ഇനി സയ്യിദ് അബ്ദുറഹ്മാൻ മഖ്ദൂമിയുടെ പരിഭാഷ, തിരൂരങ്ങാടി കാളിയിലെ അബ്ദുറഹ്മാൻ മഖ്ദൂമി, ആ അബ്ദുറഹ്മാൻ മഖ്ദൂമിയുടെ ഖുർആൻ പരിഭാഷയിൽ നിന്ന് കേൾപ്പിക്കട്ടെ, നമുക്ക് കാണാം. എന്താ അതിൽ പറയുന്നത്. മക്കക്കാരിൽ അധിക പേരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരായിരുന്നു. കേട്ടോളൂ ഒന്നുകൂടി. മക്കക്കാരിൽ അധിക പേരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരായിരുന്നു. അതോടൊപ്പം തന്നെ അവർ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്തിരുന്നു. എത്ര കൃത്യമായിട്ടാ പറയുന്നത്, എത്ര കൃത്യമായിട്ടാ പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ വായിച്ച് കേൾക്കുമ്പോ കണ്ടോ. അപ്പൊ മഖ്ദൂമിന്റെ പരിഭാഷയൊക്കെ കേട്ടത് എവിടുന്നൊക്കെ കേൾപ്പിച്ചു? സുന്നത്ത് മാസികയിൽ നിന്ന് കേൾപ്പിച്ചു. വൈരുദ്ധ്യാധിഷ്ഠിത വഹാബിസം എന്ന നിങ്ങളുടെ ബുക്കിൽ നിന്ന് കേൾപ്പിച്ചു. KV മുഹമ്മദ് മുസ്ലിയാരുടെ ആ പന്താവൂരിന്റെ പരിഭാഷയിൽ നിന്ന് കേൾപ്പിച്ചിരുന്നു. ആയത്തുൽ കുർസി എന്ന പുസ്തകത്തിൽ നിന്ന് കേൾപ്പിച്ചിരുന്നു. TKയുടെ പരിഭാഷാ ഗ്രന്ഥത്തിൽ നിന്ന് കേൾപ്പിച്ചിരുന്നു. അതാ അബ്ദുറഹ്മാൻ മഖ്ദൂമി എന്നവരുടെ പരിഭാഷാ ഗ്രന്ഥത്തിൽ നിന്നും കേൾപ്പിച്ചിരുന്നു. മറുപടി പറയാതെ പോകുന്നുവോ? പറയണേ മറുപടി, പറഞ്ഞേ പറ്റൂ. പറഞ്ഞാലും പോരാ, ഇവരൊക്കെ വിശ്വസിച്ചു എന്നെഴുതിയതുകൊണ്ട് സുന്നത്ത് മാസികയിൽ അബൂജഹലിന്റെ മദ്ഹ് വന്നതാണോ? അതുപോലെ തന്നെ ഖലീൽ തങ്ങൾ മദ്ഹ് പറഞ്ഞതാണോ? TK അബ്ദുള്ള മൗലവി മദ്ഹ് പറഞ്ഞതാണോ? അബ്ദുറഹ്മാൻ മഖ്ദൂമി മദ്ഹ് പറഞ്ഞതാണോ? പറഞ്ഞു കൊടുക്കണം നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ. അതുകൊണ്ടും തീർന്നിട്ടില്ല. ഈ ഉള്ളവന്റെ 6ാമത്തെ ഖണ്ഡന പ്രസംഗത്തിൽ 9 ചോദ്യങ്ങൾ മക്കാ മുശ്രിക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ചിരുന്നു. അബ്ദുൽ മുത്തലിബ് കുട്ടിക്ക് എന്താ പേരിട്ടത്? കുട്ടിക്ക് പേരിട്ട എന്താ? അബ്ദുള്ള. ആ അള്ളയതാ, ഓരോന്ന് നിങ്ങൾ മനസ്സിലായിക്കോ. അബ്ദുള്ളാന്നാ പേരിട്ടത്. ആ അള്ളാടെ അടിമ അതേതള്ളയാ? അതേതള്ളയാണ്? നിങ്ങൾ അടുത്ത പ്രസംഗത്തിൽ പറയണം. നോട്ട് ചെയ്തോളൂ. അബ്ദുൽ മുത്തലിബ് അബ്ദുള്ളാന്ന് പേരിട്ടപ്പോ ഉദ്ദേശിച്ച അള്ള ആരാണ്? നമ്മൾ പറയുന്ന അള്ളയോ അതോ സങ്കല്പത്തിൽ അവർ സങ്കല്പിച്ചുണ്ടാക്കിയ വേറൊള്ളയോ? അത് പറഞ്ഞാൽ മതി ജനങ്ങളോട്. വഖാമ ഇൻദഹാ യദ്ഉല്ലാഹ വയശ്കുറുഹു അസ്സ വജല്ല അലാമാ അതാഹു. ഈ കുട്ടിയെ നൽകിയതിൽ അള്ളാഹുവിന് ശുക്ർ രേഖപ്പെടുത്തിക്കൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ കണ്ണു ചെന്നു. ആര്? അബ്ദുൽ മുത്തലിബ്. ഏതായി അള്ളാഹ്? എന്നിട്ട് പറയുന്നു, പാടുന്നു, അൽഹംദുലില്ലാഹില്ലദീ അഅ്താനി അദൽ ഗുലാമ ത്വയ്യിബൽ അർദാനി ഖസാദ ഫിൽ മഹ്ദി അലൽ ഗിൽമാനി ഉഈദുഹു ബിൽ ബൈത്തി ദിൽ അർകാനി. അൽഹംദുലില്ലാഹ് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു. അബ്ദുൽ മുത്തലിബ് പറഞ്ഞ അൽഹംദുലില്ലാഹ് എന്നാ അള്ളാഹ് ആരാ? നിങ്ങൾ അടുത്ത പ്രസംഗത്തിൽ പറഞ്ഞാൽ മതി, തിരക്കൊന്നുമില്ല ഇവിടെ. അടുത്ത പ്രസംഗത്തിൽ പറയാ അൽഹംദുലില്ലാഹ് അബ്ദുൽ മുത്തലിബ് പറഞ്ഞ ആളാരാണ്? അതോ നിങ്ങൾക്ക് വാദമുണ്ടോ അബ്ദുൽ മുത്തലിബ് മുശ്രിക്കല്ല, ഒറിജിനൽ മോമിനാണ്? എന്നാ അടുത്ത പ്രസംഗത്തിൽ അതുകൊണ്ട് പറയാം. അപ്പൊ നോക്കാം, നമുക്ക് അബ്ദുൽ മുത്തലിബ് ഒറിജിനൽ മോമിനായിരുന്നു, മുശ്രിക്കല്ല.
അബറഹത്തിനെയും അവന്റെ പട്ടാളങ്ങൾക്കെതിരിലും അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ട്, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബും ഖുറൈശികളുമൊക്കെ കഅബത്തിന്റെ സമീപത്ത് വന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താണെന്നിട്ട് അബ്ദുൽ മുത്തലിബ് ചൊല്ലുന്നത്, യാ റബ്ബി ലാ അർജൂ ലഹും സീവാക യാ റബ്ബി ഫംനഅ മിൻഹും ഹിമാക ഇന്നാ അദുവൽ ബൈതി മൻ നാദാക ഇന്നഹും അൻ യഖ്റബു ഫീനാക. അബ്ദുൽ മുത്തലിബ് അല്ലാഹനെ വിളിക്കുകയാണ്. അബ്ദുൽ മുത്തലിബ് അല്ലാഹനെ വിളിക്കുകയാണ്. യാ റബ്ബി, എന്റെ റബ്ബേ, ഈ വരുന്ന ശത്രുക്കൾക്കെതിരിൽ എനിക്ക് ഒരാളെയും പ്രതീക്ഷയില്ല. നിന്നെ മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പടച്ചവനെ, നിന്റെ ഭവനത്തെ നീ സംരക്ഷിക്കണം. നിന്റെ വീടിന്റെ ശത്രു നിന്നോട് ശത്രുത പുലർത്തുന്നവനാണ്. നിന്റെ ഈ വീടിന്റെ ഇതിന്റെ പരിപാവനത്വം ഇത് നശിപ്പിക്കുന്നതിനെ നീ തടയണേ എന്ന് അവർ പ്രാർത്ഥിക്കുകയാണ്. ആര്? അബ്ദുൽ മുത്തലിബും ഖുറൈശികളും പ്രാർത്ഥിച്ചു. ഏതാ അല്ലാഹ്? അല്ലാഹ് ഏതാണ്? ആ അല്ലാഹ്, അവർ വിളിച്ച അല്ലാഹ് ഏതാനാ നിങ്ങൾ പറയേണ്ടത്? ഞാൻ പറയുന്നു അത് നമ്മൾ പറയുന്ന അതേ അല്ലാഹ് തന്നെയാണ്. പേരോടിന് വാദമുണ്ടോ? കടലിൽ വെച്ച് മുശ്രിക്ക് പ്രാർത്ഥിച്ചപ്പോ ഉത്തരം കൊടുത്തു എന്ന് പറയില്ലേ? ആ ഉത്തരം കൊടുത്ത അല്ലാഹ് സങ്കല്പത്തിൽ അല്ലാഹ് ഉത്തരം കൊടുക്കുവോ? സങ്കല്പത്തിലുള്ളവരെ അല്ലാഹു ഉത്തരം കൊടുക്കുവോ പേരോട് മുസ്ലിയാരെ? അപ്പൊ ഒറിജിനൽ അല്ലാഹ് ഇത് ഒറിജിനൽ അല്ലാഹനെ തന്നെയല്ലേ അവർ ദുആ ചെയ്തത്? ആ അല്ലാഹ് ആയതുകൊണ്ടല്ലേ ആ അല്ലാഹ് അവർക്ക് ഉത്തരം കൊടുത്തത്? നിങ്ങളുടെ വാദപ്രകാരം അവർ വിളിച്ചത് വേറെ അല്ലാഹനെ, ഉത്തരം കൊടുത്തതും സങ്കല്പത്തിലുള്ള അല്ലാഹ്. അപ്പൊ സങ്കല്പത്തിലുള്ള ഒരു അല്ലാഹ് ഉത്തരം കൊടുക്കുന്ന ഒരു അല്ലാഹ് ഉണ്ടല്ലേ? നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തെറ്റിപ്പോവുകയാണ് ഇക്രിമ. 19 ഉണ്ടായപ്പോ ഈ നാട്ടിൽ നിൽക്കുന്നില്ല, എനിക്കാവൂല ഈ മുഹമ്മദിന്റെ ഈ വാദമൊന്നും കേട്ട് ഇവിടെ നിൽക്കാൻ, എനിക്കിതിന് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യം പിടിച്ച് പോവുകയാണ് ആര്? അബൂജഹലിന്റെ മോൻ ഇക്രിമ. പോകുമ്പോ കടല് കടന്നിട്ടാ പോണത്. ഇപ്പൊ കപ്പലിൽ കയറി കപ്പലാണ് അടുക്കെത്തിയപ്പോ ഭയങ്കര കാറ്റും കോളൂന്ന് വന്നില്ലേ? അപ്പൊ കപ്പിത്താൻ ക്യാപ്റ്റൻ വിളിച്ചു പറഞ്ഞു, ആരെയും വിളിച്ചിട്ട് കാര്യമില്ല, ഞാൻ അള്ളാനെ മാത്രം വിളിച്ചതായിരുന്നോളി എല്ലാവരും. ആരാ പറയണേ? മുശ്രിക്കുകൾ. അപ്പൊ ഇക്രിമ ഇത്തിരി മൂണുള്ള കൂട്ടത്തിലാ, പേരോടിന്റെ വഴിയല്ല. ഇക്രിമ ചിന്തിച്ചു, ഇക്രിമ അങ്ങനെ ആലോചിച്ചു, എന്താപ്പ ഈ പറഞ്ഞത്, എന്താപ്പ ഈ കേൾക്കുന്നത്? മൂപ്പരാലോചിച്ചു, എന്തിനാപ്പ ഞാൻ തെറ്റിപ്പോണത്? മുഹമ്മദിനോട് ഞാൻ എന്തിനാപ്പ തെറ്റിപ്പോണത്? മുഹമ്മദ് അള്ളാനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. നിങ്ങളെ എല്ലാ സ്ഥലത്തുനിന്നും രക്ഷപ്പെടുത്താൻ അള്ളാഹ്ക്കേ കഴിയുള്ളൂ. കരയിലും കടലിലും ഒക്കെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ അള്ളയാണ്. അത് അംഗീകരിക്കാൻ കഴിയാഞ്ഞിട്ടല്ലേ ഈ പോണത്? പിന്നെന്തിനാ ഞാൻ പോകുന്നത്? ഇപ്പൊ ഇവരിനോട് പറയുന്നത് അപകടത്തിന്റെ സമയത്ത് അള്ളാനെ വിളിച്ചോളിട്ടോ, വേറെ ആരെയും വിളിക്കണ്ടട്ടോ. അപ്പൊ മൂപ്പർക്ക് ബോധ്യായി, ഞാൻ മടങ്ങ, ഞാൻ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവിടെ എത്തിയാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെല്ലും, മുഅ്മിനാകും. മൂപ്പര് മുഅ്മിനാകാനുണ്ടായ സന്ദർഭം അതായിരുന്നുവെന്ന് ചരിത്രത്തിൽ അറിയപ്പെട്ടൊരു കാര്യമല്ലേ? ഏത് അള്ളാനെ ഇക്രിമ വിളിച്ചത്? അല്ലെങ്കിൽ ഏത് അള്ളാനെ വിളിച്ചോളാനാണ് ആ കപ്പലിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത്, കപ്പിത്താൻ പറഞ്ഞത്? പേരോട് അടുത്ത പ്രസംഗത്തിൽ പറയാ. അബൂജഹൽ തന്നെ വിളിച്ചു പ്രാർത്ഥിച്ചത് ഖുർആനിൽ നിന്ന് നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഖുർആനൊക്കെ പറഞ്ഞാലും വിശ്വാസമില്ലാത്തവർക്ക് മാലപ്പാട്ടിൽ നിന്നും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറയോനെ ഹാദൽ ബൈത്തുടെ നയന് ഹക്കൊട് ബാത്തില് രണ്ടിൻ ഇടയൈ പീരിത്തരുളിടിന് ഇന്തതിനും തന്നിലെ നമതിരുഭാഗം നിൽക്കുവരിൽ ഒരു കൂട്ടം ഹക്കുടയോർ അവരാരുനക്കറിയാം അവർകളെ ഇതിൽ തീരിത്ത് ഹലാസിയത്താക്കിയിട്ട് നീ പരനേ രണ്ടാലൊരു ദീനിനെ പോരിശയാക്കിനിതായി നിൽക്കാത്തുകൾ പത്താഹേ താമസം ചെയ്തിടാതു തീരം ചെയ്തിടുന്നു ഇരവിന് ഹക്കിമേ സിത്ര അകലാക്കി നിന്നു സുറ ഫത്ഹാക്കുനൈ ഖദ്റാൽ അവർ ദുആ പട്ടാങ്ങിൽ റഹിമവൻ കബൂലാക്കിയിടൈ സത്യമാൽ. മോയിൻകുട്ടി വൈദ്യരുടെ ബദർപാട്ട് ഇത് പാടിയിട്ടില്ലേ കഴിഞ്ഞ തവണ? നിങ്ങൾ ചിന്തിച്ചോ, അബൂജഹിൽ വിളിച്ച ഈ അള്ള ആരാണ്? അബൂജഹിൽ പ്രാർത്ഥിച്ചത് ഏതള്ളയോടാണ്? ചിന്തിക്കൂ സഹോദരന്മാരെ. അബൂജഹിൽ അടക്കമുള്ള അവിടുത്തെ ഖുറൈശികൾ പണ്ടേയും നബി വരുന്ന കാലത്തും നോമ്പെടുത്തിരുന്നു. ഏത് നോമ്പ്? ആശൂറായ നോമ്പ്, മുഹറം 10 നോമ്പെടുത്തിരുന്നു. അത് ആരുടെ കൂലിട്ടാനാ? ആർക്ക് വേണ്ടിയാ അവർ മുഹറം 10 നോമ്പ് നോറ്റത്? അതേപോലെ അവർ ഈത്തിക്കാഫ് ഇരുന്നിരുന്നു അവരേന്ന്. ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമായതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് ചോദിച്ചു, നബിയെ
റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ ജാഹിലിയ കാലത്ത് ഒരു നേർച്ച നേർന്നിട്ടുണ്ട്, അത് ഞാൻ വീട്ടണോ? എന്താ നേർച്ച? മസ്ജിദുൽ ഹറാമിൽ എഴുത്തിക്കാഫിരിക്കാൻ വേണ്ടി ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു. അപ്പൊ അന്നത്തെ നേർച്ച മുസ്ലിമായി ദേശമല്ല, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിമാകുന്നതിന് മുമ്പുള്ള കഥ പറയാണ്. ജാഹിലിയ കാലത്ത് ഞാനൊരു നേർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ എഴുത്തിക്കാഫിരുന്നോളാം, ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല. ഇപ്പൊ മുസ്ലിമായോ, നീ ഞാൻ അന്നാ ചെയ്തത് വേണോ, നീ അത് വീട്ടണോ? അവൻ നബി പറഞ്ഞു, നിന്റെ നേർച്ച നീ വീട്ടണം. എന്തേ നബി അത് പറയാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അറിയാം, ഉമർ റളിയല്ലാഹു അൻഹു അന്ന് നേർച്ചയാക്കിയതും അള്ളാഹ്ക്കാണ്. അള്ളാഹ്ക്ക് നേർച്ചയാക്കിയ ഇത്തിക്കാഫ് ആയതുകൊണ്ടാണ് പൂർത്തിയാക്കാൻ പറഞ്ഞത്. പേരോടിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു അന്ന് നേർച്ചയാക്കിയത് സങ്കല്പത്തിലുള്ള ഒരു അള്ളാഹ്ക്ക്, എന്നിട്ട് നബി അതിനെ അംഗീകരിക്കുക. സങ്കല്പത്തിലുള്ള അള്ളാഹ്ക്കാ നേർച്ചയാക്കില്ല, വീട്ടണം. അങ്ങനെയുണ്ടോ? നോക്കൂ നിങ്ങൾ, ഒരൊറ്റ വാചകം കൊണ്ട് ഇവരുടെ എല്ലാ കാര്യവും പോകാൻ പോകുകയാണ്. തഫ്സീറിൽ കാണാം, അറേബ്യൻ മുശ്രിക്കുകളുടെ സ്ഥിതി പറയാം. വഇൻ കാനൂ യുത്ലിഖൂന ലഫ്ളൽ ഇലാഹി അലൽ വസനി ഫമാ തലഖൂ ലഫ്ളല്ലാഹി അലാ ശൈഇൻ സിവാഹു. മുശ്രിക്കുകൾ വിഗ്രഹങ്ങൾക്കൊക്കെ ഇലാഹ് ഇലാഹ് എന്ന് പേരിട്ടതല്ലാതെ വിഗ്രഹങ്ങളെയൊക്കെ അവർ ഇലാഹ് എന്നാണ് വിഗ്രഹങ്ങളുടെ കാര്യത്തിലൊക്കെ അവർ പ്രയോഗിച്ച പദം. അതേ അവസരത്തിൽ ഫമാ തലഖൂ ലഫ്ളല്ലാഹി അലാ ശൈഇൻ സിവാഹു, അള്ളാഹുവിന്റെ പേരിലല്ലാതെ, അള്ളാഹുവിനെ അല്ലാതെ അള്ളാഹ് എന്നവർ വിളിച്ചിട്ടില്ല. ഒരൊറ്റ മുശ്രിക്കും അവരുടെ ആരാധ്യന്മാർക്ക് അള്ളാഹ് പേരിട്ടിട്ടില്ല. അവരല്ലാന്ന് പറഞ്ഞതൊക്കെ ആരെയാണ്? നമ്മൾ പറയുന്ന അള്ളാഹുവിനെ തന്നെയാണ്. അപ്പൊ അള്ളാഹ് എന്നുള്ള ആ ഒരു നാമം ഒരൊറ്റ ബിംബത്തിനും അറേബ്യൻ മുശ്രിക്കുകൾ ഇട്ടിട്ടില്ല. അവര് അള്ളാഹ് എവിടെയൊക്കെ പ്രയോഗിച്ചോ അവിടെയൊക്കെ ഉദ്ദേശിക്കുന്നത് നാം പറയുന്ന അതേ അള്ളാഹു തന്നെയാണ്. എന്തിനു വേണ്ടിയാണ് ഇതും ഓർമ്മപ്പെടുത്തുന്നത്? മറുപടി നിങ്ങൾ പറയണേ. നിങ്ങൾ പറയാതെ അങ്ങനെ ആ നിലക്ക് വഴിയാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതില്ല. മാത്രമല്ല, നിങ്ങളുടെ അൽ-ഇർഫാദ് മാസിക വായിച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു, ഖുറൈശികളിൽ പലരും ഏകദൈവ വിശ്വാസികളായിരുന്നു. അന്ന് ഞാൻ വേറൊന്നും കൂടെ പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞത്? അൽ-ഇർഫാദിൽ നിങ്ങൾ ഇത്ര കൂടി എഴുതിയിട്ടുണ്ട്. എത്ര കൂടി? കേട്ടോളൂ. ഇപ്പൊ എന്താ ഇവര് പറഞ്ഞിട്ട് എത്തിയതെന്നറിയോ? ഇവരിപ്പോ പറഞ്ഞത് ഖുറൈശികളിൽ ഏകദൈവ വിശ്വാസികൾ ഉണ്ടായിരുന്നു എന്നാ എഴുതിയത്. ഖുറൈശികളിൽ ഏകദൈവ വിശ്വാസികൾ ഉണ്ടായിരുന്നു. അൽ-ഇർഫാദിൽ നിന്നാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത്. എന്താണ് അതിൽ പറയുന്നത്? കേട്ടോളൂ. ഈ ലക്കവും പേജൊന്നും പറഞ്ഞിട്ട് ആർക്കും മനസ്സിലാവാതെ കൊണ്ടാ. അൽ-ഇർഫാദ് മാസികയുടെ മാർച്ച് ലക്കത്തിൽ പറയുന്നു. എന്താ പറയുന്നത്? ഖുറൈശികളിൽ പലരും ഏകദൈവ വിശ്വാസികളായിരുന്നു. ഖുറൈശികളിൽ പലരും ആരായിരുന്നു? ഏകദൈവ വിശ്വാസികളായിരുന്നു. എന്താ ഇതിന്റെ അറബി? മുവഹിദുകളായിരുന്നു ഖുറൈശികളിൽ പലരും. എന്നിട്ടോ എന്തേ പിന്നെ അവർ കാഫിറാകാൻ കാരണം? അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാത്തത് കൊണ്ട് കാഫിറുകൾ തന്നെ ആയിത്തീരുകയായിരുന്നു. അപ്പൊ നിങ്ങൾ നോക്കൂ എന്താ സംഭവിച്ചത്. ഖുറൈശികളിൽ പലരും ഏകദൈവ വിശ്വാസികളായിരുന്നു. പക്ഷേ പിന്നെ അവർ കാഫിറാകാൻ എന്താ കാരണം? അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാത്തത് കൊണ്ട് കാഫിറുകൾ തന്നെ ആയിത്തീരുകയായിരുന്നു. എന്തേ പറഞ്ഞു? അവര് മുവഹിദുകളായിരുന്നു. ഇനിയിപ്പോ ചോദിക്കണ്ട, എന്ത് മൗലവി അൽ-ഇർഫാദിൽ എവിടെ മുവഹിദ് എഴുതിയത്? അതിന് നിങ്ങളെ മറ്റേ മറുപടി എന്തേ പറയുള്ളത്? മുവഹിദ് നിങ്ങൾ അറബിയിൽ എഴുതിയിട്ടില്ല. ഏകദൈവ വിശ്വാസി അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസികൾ എഴുതിയില്ലേ? അതിന്റെ അറബിയാണ് മുവഹിദ് അല്ലെങ്കിൽ മുവഹിദീന അല്ലെങ്കിൽ മുവഹിദൂന എന്നൊക്കെ പറഞ്ഞാൽ എന്നെ ഇപ്പൊ തൽക്കാലം അതിനെ സംബന്ധിച്ച് പറയുന്നുള്ളൂ. കണ്ടോ, മിണ്ടിയില്ല. അൽ-ഇർഫാദ് കേട്ടിട്ടേ ഇല്ല പേരോട്. അങ്ങനെ ഒരു സംഗതി ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ സൗകര്യപൂർവ്വം വിട്ടുകളഞ്ഞു. വിടരുത്, നിങ്ങൾ തുടരണം, മറുപടി പറയണം എന്ന് അന്നും വായിച്ചു കേൾപ്പിച്ചതാണ്. പക്ഷേ അതിനും നിങ്ങൾ മറുപടി പറയാതെ പോയല്ലോ.
എന്തേ നിങ്ങൾ മറുപടി പറയാതെ ആയത്? ഓ പ്രിയപ്പെട്ടവരെ, നിങ്ങളത് ഈ സമൂഹത്തോട് മറുപടി പറയേണ്ടതുണ്ട്. നിങ്ങൾ പറയാത്ത ചില കാര്യങ്ങൾ, അഥവാ നിങ്ങൾ മറുപടിയിൽ പരാമർശിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ഇനിയും ഓർമ്മപ്പെടുത്തുന്നത് ഇനിയെങ്കിലും അത് പറയാനാണ്. അതുപോലെ തന്നെ പെട്ടെന്നൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. അതാ അറേബ്യൻ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവരിലും ചില ആളുകൾക്കൊക്കെ പരലോക വിശ്വാസമുണ്ടായിരുന്നു എന്നീയുള്ളവൻ പറഞ്ഞിരുന്നു. അതും വെറുതെ പറഞ്ഞതായിരുന്നില്ല. ഇമാം റാസി അവിടുത്തെ തഫ്സീറിൽ ആ കാര്യം പറഞ്ഞെടുത്തു തിരിച്ചുകൊണ്ടാ പറഞ്ഞത്. ഞാനെന്ന് പറഞ്ഞല്ലോ, പരലോകം വിശ്വസിക്കുന്ന ഒരു കൂട്ടർ അവരിൽ ഉണ്ടായിരുന്നു. എല്ലാവരും അങ്ങനെയല്ല, എല്ലാ ബഹുഭൂരിപക്ഷം അങ്ങനെ നിഷേധികളാണ്. എന്നാൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടരും ഉണ്ടായിരുന്നു. അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാൻ റാസിയിലെ ഉദ്ധരണി വായിച്ചിട്ടാ പറഞ്ഞത്. കുല്ലുഹും മാക്കാനു മുൻകിരീന ലിൽ ഖിയാമ. അവര് എല്ലാവരും കൂടെ ഖിയാമത്ത് നിഷേധികളായിരുന്നില്ല. എന്നിട്ട് ഒരു ഫഖദ് ഖീല എന്ന് പറഞ്ഞിട്ട് ഒരു കഥയും പറഞ്ഞു. അറബികൾക്കിടയിൽ ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നൊക്കെ. ഞാനത് വിശദീകരിക്കുന്നില്ല. ഞാൻ റാസിയിലെ ആ ഉദ്ധരണി വായിച്ചപ്പോ പേരോട് അതിന് നടത്തുന്ന മറുപടി ഒന്ന് കേട്ടോളൂ, പെട്ടെന്ന് കേട്ടോളൂ. റാസിമാവ് പറഞ്ഞിട്ടുണ്ട്, മുശ്രിക്കീങ്ങൾക്ക് മരണശേഷവും ജീവിതമുണ്ട് എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. റാസിമാവ് പറഞ്ഞിട്ട് റാസിമാവിന്റെ കവറും പുറത്ത് പോയിട്ട് ചോദിച്ചോന്ന് എന്നോട്. റാസിമാവ് അവര് പറഞ്ഞത് ഒരു ലൈഫായ സ്വീകരിക്കപ്പെടാൻ പറ്റാത്ത കൗലൊരു കീഴണ്ടെന്ന മൗലവി. എന്തേ റാസി ഒരു ലൈഫായ കൗല്? അതൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾക്ക്? അതൊരു ലൈഫായ കൗലാണ്. നിങ്ങൾക്ക് റാസി കൊണ്ട് തെളിയിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക്? ആ ഇബാറത്ത് എന്താണെന്നൂടെ കേൾപ്പിക്കൂ. റാസിയിൽ എന്താ പറഞ്ഞത്? എന്നിട്ട് അതിൽ ലൈഫാന്നുണ്ടോ? റാസിയിൽ ഞാനാ പറഞ്ഞ വാചകം ഒരു ലൈഫായൊരു കൗലാണെന്നാണോ റാസി പറഞ്ഞത്? എന്താ റാസി പറഞ്ഞത് എന്ന് കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറയുന്നു, ശ്രദ്ധിച്ച് കേൾക്കാം. അപ്പൊ മുസ്ലിയാർ എന്നോട് പറഞ്ഞു, മൗലവി റാസി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. റാസി അതൊരു ലൈഫായ കൗലുണ്ട് എന്നാ പറഞ്ഞത്, ഒരു ലൈഫായ കൗലുണ്ട് എന്നാ പറഞ്ഞത്. ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് ചോദിച്ചല്ലോ, എങ്കിൽ റാസി ഒന്ന് വായിക്കോ. എന്നിട്ട് റാസിയ പറഞ്ഞത് റാസിക്ക് സ്വീകാര്യമല്ലാത്ത ദുർബലമായ വാദമാണെന്ന് റാസി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇബാറത്തൊന്ന് വായിക്കോ, അർത്ഥം പറയോ. ചോദിച്ചിട്ടെന്തേ നിങ്ങൾ അതിനെപ്പറ്റി പറയാഞ്ഞത്? അടുത്ത പ്രസംഗത്തിൽ പറയണം. അതുപോലെ തന്നെ പരലോക നിഷേധം ശിർക്കാണെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ അത് നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞു. നിങ്ങളുടെ ഉസ്താദുമാര് നെല്ലിക്കുത്ത് എഴുതിയ, അതുപോലെ തന്നെ നജീബും സിയാരൊക്കെ എഴുതിയിട്ട് അതാ ശിർക്കിന്റെ നിർവചനം പറഞ്ഞപ്പോ പരലോക നിഷേധത്തിന്റെ കാര്യം അവരുടെ നിർവചനത്തിൽ കാണുന്നില്ലല്ലോ എന്ന് അതിനെ സംബന്ധിച്ച് സുദീർഘമായി നിങ്ങളും അതിന് മറുപടി എന്ന നിലയ്ക്കുള്ളവനും വിശദമായി സംസാരിച്ചപ്പോ നിങ്ങളിപ്പോ ഉരുളുന്നുവല്ലേ? ആളുകൾക്കൊന്നും മനസ്സിലാകാത്ത കുറെ പ്രയോഗങ്ങൾ നിങ്ങൾ ചോദിക്കേണ്. നിങ്ങൾക്ക് ഹദ്ദുത്താം അറിയാമോ? ഹദ്ദുന്നാഖിസ് അറിയാമോ? ലാസിം അറിയാമോ? മൽസൂം അറിയാമോ? ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇസ്തിലാഹ് അറിയാമോ? നിങ്ങൾക്ക് തഹരീഫ് അറിയാമോ? ഇസ്തിലാഹ് അറിയാമോ? ഞാനീ പറഞ്ഞ ഓരോന്നും വേർതിരിച്ചിട്ട് ഓരോന്നിന്റെയും വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും സ്റ്റേജുമെന്ന് പറഞ്ഞിട്ട് ചോദ്യം ചോദിക്കാൻ വാ മൗലവി. മൗലവിക്ക് എന്തറിയാം? മൗലവിക്ക് ഹദ്ദുത്താം അറിയോ? ഹദ്ദുന്നാഖിസ് അറിയോ? ലാസിം അറിയാമോ? മൽസൂം അറിയാമോ? ഇസ്തിലാഹ് അറിയോ? തഹരീഫ് അറിയോ? ഇസ്തിലാഹ് അറിയോ? ഇസ്തിമാൽ അറിയോ? എന്തേ നിങ്ങൾക്ക് മനസ്സിലായത്? അയാളോട് ആരോടാ പ്രസംഗിക്കുന്നത്, ആരോടാ ഇയാൾ സംസാരിക്കുന്നതെന്ന് ബോധമില്ലാതെ മൗലവി എനിക്കായിൽമുള്ളത്, നിങ്ങൾക്ക് ഇൽമില്ല. ഹദ്ദുത്താം പഠിക്കണം, ഹദ്ദുന്നാഖിസ് പഠിക്കണം. എന്നാ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് ഹദ്ദുത്താം മുഖേനയൊന്ന് തെളിയിക്ക്, ഹദ്ദുന്നാഖിസ് മുഖേന അതാണെങ്കിൽ തെളിയിക്ക്, റസ്മുത്താം മുഖേന തെളിയിക്ക്, റസ്മുന്നാഖിസ് മുഖേന തെളിയിക്ക്. ലാസിമാണെങ്കിൽ അത് പറ, മൽസൂമാണെങ്കിൽ അത് പറ, ഏത് നിലക്കാണെങ്കിൽ അത് വിശദീകരിക്കൂ. ഇനി ഇസ്തിലാഹ്, തഹരീഫ്, അതുപോലെ തന്നെ ഇസ്തിലാഹ്, ഇസ്തിമാലി എന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ? അങ്ങനെയൊക്കെ അങ്ങോട്ട് ചോദിച്ചിട്ട് എന്തിനീ ആളുകളെ കൊടുക്കണം? അതുകൊണ്ട് അടുത്ത വരവിൽ നിങ്ങളെ ഹദ്ദുന്നാഖിസ് അങ്ങനെയൊന്നും ഇങ്ങനെ പറഞ്ഞ് ആ നിലക്ക് ഇങ്ങനെ കളിക്കാതെ ഹദ്ദുത്താം എന്താണെന്ന് പറയണം, ഹദ്ദുന്നാഖിസ് എന്താണെന്ന് പറയണം, ഉസ്താദിന്റെ കിതാബിലെ തഹരീഫ് ഏതിലാ പെടുന്നതെന്ന് പറയണം. അതൊക്കെ വിശദീകരിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതല്ലാതെ ഓതി പഠിക്കണം കേട്ടോ എന്ന് പറഞ്ഞതിന് നന്ദിയുണ്ട്. പക്ഷേ അതപ്പുറത്തേക്കും ബാധകമാണ്. പഠിച്ചു വരണം കേട്ടോ. വളരെ വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് മൂപ്പര് ചോദിക്കാന്, ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ
ഞങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്തോളാം. ഇസ്മായിൽ ഉസ്താദ് പറഞ്ഞതിന്റെ മാന എനിക്കറിയാം, നജീബ് മൗലവി പറഞ്ഞതിന്റെ മാന എനിക്കറിയാം, ഞാൻ പറഞ്ഞ ഇത്തലാഖ് എന്താണെന്ന് അവർക്കും അറിയാം. അത് ഞങ്ങൾ തമ്മിൽ പറഞ്ഞോളും. അതിൽ പൊന്ന് തൂക്കുന്ന സ്ഥലത്തെ പൂച്ചക്കെന്താണ് മൗലവി? പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചക്കെന്താ കാര്യമെന്ന് ചോദിച്ച് രക്ഷപ്പെടുകയാണ്. പൂച്ചക്ക് കാര്യമുണ്ട്. ഇത് നിങ്ങളുടെ അടുക്കളയിലെ മീനിന്റെ കാര്യമല്ല, ദീനിന്റെ വിഷയമാണ് കേട്ടോ. അതിൽ കൈവച്ചാൽ ഈ പൂച്ചകളല്ല, ഈ പുലികൾ വിടൂല കേട്ടോ. വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഏത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എന്താണ് ഇനി മനസ്സിലാക്കാനുള്ളത്? അതാ അന്ന് നമ്മൾ കാര്യമായി ഗൈബിനെ സംബന്ധിച്ച് വിശദീകരിച്ചപ്പോൾ പറഞ്ഞിരുന്നു എന്ത്? ഒരു കാര്യമെന്ന് പറഞ്ഞു, നിങ്ങളുടെ ഉസ്താദുമാർക്കതാ അല്ലാഹുവിന്റെ റസൂലുമാരെ, ഉദാഹരണത്തിന് മൂസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് മൂസാ നബി അലൈഹിസ്സലാം ഖിദർ അലൈഹിസ്സലാമിന്റെ കൂടെ യാത്ര പോകുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ശരിക്കും ഓർമ്മയില്ലേ? പലപ്പോഴും ഈ ഗൈബിന്റെ വിഷയം പറയുമ്പോ നബിയായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനായിരുന്നിട്ട് പോലും എന്തേ ഖിദർ അലൈഹിസ്സലാമിന്റെ കൂടെ നടക്കുമ്പോ പല മറഞ്ഞ കാര്യങ്ങളും അറിയാതെ പോയി എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ സംഭവങ്ങൾ എടുത്തുദ്ധരിക്കുന്ന ഭാഗങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് ബുഖാരിയിൽ നിന്ന് വായിച്ചിട്ട് വളരെ വിശദമായി തന്നെ ചോദിച്ചിരുന്നു, നിങ്ങളുടെ ഉസ്താദ് നെല്ലിക്കുത്തെന്താ എഴുതിയത്? മൂസാ നബി എന്തുകൊണ്ട് മേൽപ്പറയപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞില്ലെന്ന് ചോദിക്കുന്നവരുണ്ട്. ശ്രദ്ധിക്കണേ, മറുപടി ഇതാണ്. അന്ന് മൂസാ നബി പ്രവാചകനാണെന്നതിന് യാതൊരു തെളിവുമില്ല. അപ്പര് പറഞ്ഞതാ, അന്ന് മൂസാ നബി പ്രവാചകനാണെന്നതിന് യാതൊരു തെളിവുമില്ല. നിങ്ങൾ ഓർക്കണം, നമ്മളിവിടെ ധാരാളം തെളിവ് ഉദ്ധരിച്ച് പറഞ്ഞതാ. സംഭവമല്ലേ നിങ്ങൾക്ക്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖിദർ അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് ഒരു ഇൽമു പഠിക്കാൻ വേണ്ടി പോയ ഒരു സംഭവം. ഖിദർ എന്ന പേര് പറയാതെ വിശുദ്ധ ഖുർആൻ ആ സംഭവം പറയുന്നുണ്ട് സൂറത്തുൽ കഹ്ഫിൽ. ഈ മുസ്ലിയാർ പറയുന്ന മുസ്ലിയാരോട് നമ്മൾ ചോദിച്ചു, എല്ലാ മറഞ്ഞ കാര്യങ്ങളും അമ്പിയാക്കൾക്ക് അറിയാമെങ്കിൽ മൂസാ അലൈഹിസ്സലാം ഖിദർ നബി അലൈഹിസ്സലാമിന്റെ കൂടെയുള്ള യാത്രയിൽ പല കാര്യങ്ങളും മൂസാ നബി അറിഞ്ഞില്ലല്ലോ, പിന്നെയാണല്ലോ അറിഞ്ഞത്. അതെന്തേ അങ്ങനെ? എല്ലാം അറിയുമെങ്കിൽ മൂസാ അലൈഹിസ്സലാം അറിയേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോ ഇയാളുടെ മുസ്ലിയാർ, ഇയാളുടെ ഉസ്താദ് പറഞ്ഞു എന്ത്? അത് നിങ്ങൾ അങ്ങനെയൊന്നും ചോദിക്കണ്ട, അങ്ങനെ അറിഞ്ഞില്ല എന്ന് ചോദിക്കുന്ന ആളുകളോട് ഞങ്ങൾക്കിതാണ് മറുപടി പറയാനുള്ളത്. അന്ന് മൂസാ നബി പ്രവാചകനാണെന്നതിന് യാതൊരു തെളിവുമില്ല. എഴുതിയതാ. അപ്പൊ നമ്മൾ വിട്ടോ? ചോദിച്ചു നമ്മൾ, അങ്ങനെ ഒരു തെളിവില്ലാന്നാണോ നിങ്ങൾ പറയുന്നത്? ബുഖാരിയിലെ ഹദീസ് വായിച്ചു, അതുപോലെ തന്നെ ധാരാളം സംഭവങ്ങൾ കേൾപ്പിച്ചു. അങ്ങനെ കേൾപ്പിച്ചപ്പോ മുസ്ലിയാർ പറയുന്നു, അതൊന്നും അത്ര തർക്കമുള്ള കാര്യ, അതൊന്നും അത്ര തർക്കമുള്ള വിഷയമല്ലല്ലോ എന്ന നിലക്ക് മൂപ്പർ അതിനെ സംബന്ധിച്ച് പറയുന്നത് കേട്ടോളൂ. തർക്കമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കാണ് ഇവരൊക്കേടുള്ളത് എന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ചോളൂ. അടുക്കൽ പഠിക്കാൻ പോയതെങ്കിൽ തന്നെ അത് മൂസാ നബിക്ക് നുബുവത്ത് കിട്ടിയതിന് ശേഷമാണോ, നുബുവത്ത് കിട്ടുന്നതിന് മുമ്പാണോ? പണ്ഡിതന്മാർക്കിടയിൽ അങ്ങനെയും ഒരു ചർച്ച നടന്നിട്ടുണ്ട്. അത് കേരളത്തിൽ തന്നെ മൗലവി അടക്കം അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ ചില പണ്ഡിതന്മാരും അത് നുബുവത്ത് കിട്ടിയതിന് ശേഷമായി ആയിരിക്കില്ല, അതിന് മുമ്പായിരിക്കാമെന്ന് പറഞ്ഞവരുണ്ട്. ആ പറഞ്ഞ ഭാഗം മഹാനായ ഇസ്മായിൽ ഉസ്താദ് അവர்கள் ഉദ്ധരിച്ചിട്ടുണ്ട്, അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതെടുത്തുകൊണ്ട് മൗലവിന്റെ ചോദ്യം ഇതിന് സുന്നിയുണ്ടായ തർക്കമല്ല കേട്ടോ. കണ്ടോ, അതൊരു തർക്കമല്ല. ഇപ്പൊ മുപ്പര് ഒഴിയാൻ നോക്കുക. ഇസ്മായിൽ ഉസ്താദ് മറ്റുള്ള പല പണ്ഡിതന്മാരും പറഞ്ഞതെടുത്ത് ഉദ്ധരിച്ചതാണ്. നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങളോട് ചോദിക്കട്ടെ മുസ്ലിയാരെ, ഏത് പണ്ഡിതനാവേണ്ടത് പറഞ്ഞത്? നിങ്ങൾക്ക് ആകെ ഒരു പണ്ഡിതനെ കിട്ടിയതാരാ? CN അഹമ്മദ് മൗലവി അല്ലേ? വേറെ മുൻഗാമികളില്ലെന്ന് ഏത് പണ്ഡിതനാ പറഞ്ഞത്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ മജ്മഉൽ ബഹറൈനിലേക്ക്, ആ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ഖിദർ അലൈഹിസ്സലാമിലേക്ക് അഥവാ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ഹദീസിലാണല്ലോ ഖിദർ അലൈഹിസ്സലാം എന്നത് വന്നത്. അവിടേക്ക് പോകുന്ന കാലത്ത് നബിയായിരുന്നില്ല, പ്രവാചകനായിരുന്നു എന്നതിന് യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ പേരൊന്ന് ഉദ്ധരിക്കാമോ? മാത്രമല്ല, നിങ്ങൾ എന്നോട് ചോദിക്കേണ്, ഞാൻ നിങ്ങളോട്
നിങ്ങളോട് തെളിവുദ്ധരിച്ചപ്പോ നിങ്ങൾ എന്നോട് പറയാണ് മൗലവി അങ്ങനെ ചിലായി റസൂലല്ലാഹ്. തൗറാത്ത് എന്നൊക്കെ കേട്ടപ്പോഴേക്ക് മൗലവി പെട്ടുപോയതാണ്, മൗലവി പെട്ടതാണ് എന്ന നിലക്ക് സംസാരിക്കുന്നു. അതും കൂടെ കേട്ടോളൂ. മൂപ്പര് റസൂല് കാല റസൂലുള്ളാഹി മൂസ എന്നൊരു സ്ഥലത്ത് കണ്ടപ്പോ, അതുപോലെ കണ്ടപ്പോ, വേറൊരു സ്ഥലത്ത് എന്ന് ബുഖാരിയിൽ കണ്ടപ്പോ, അത് കണ്ടപ്പോ റസൂലുള്ളാഹി ഇവിടെ ഉണ്ടല്ലോ, നബിയാ അത് അന്നൽ വഹയെത്തിക്കാന്നുണ്ടല്ലോ, അന്ന തൗറാത്ത ബിയദൈക്കാന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി മൗലവി അവിടെ പെടുകയാണ് കേട്ടോ. ഞാനല്ല പെട്ടത് കേട്ടോ. ഈ തെളിവുകളൊക്കെ കണ്ടിട്ടും അത് സ്വീകരിക്കാൻ മനസ്സ് വരാത്ത പേരോടാണ് പെട്ടുപോയത് കേട്ടോ. പിന്നെ മൂപ്പരെന്നോട് ഒരു ഉദാഹരണം പറയുന്നുണ്ട്, പൊട്ടത്തരമാണ്, അതും കേട്ടോളൂ ആ ഉദാഹരണം. മൗലവിക്ക് ഹദീസും ഖുർആനും മനസ്സിലാവൂലെങ്കിൽ മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ ഞാൻ പറഞ്ഞു തരാം. ഹുസൈൻ സലഫി അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് ഒന്ന് പരിശോധിക്കുക. സാധാരണ ഉണ്ടാകുന്നത് പോലെ ആവുമ്പോ അയാളേലും വേണ്ട ഹുസൈൻ സലഫീന. ആ ഹുസൈൻ സലഫി എന്നിട്ട് അതിന്റെ ഇപ്പുറത്ത് നോക്കുക ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോഴൊരു ഡേറ്റ് ഉണ്ടാവും. ഹുസൈൻ സലഫി ജനിച്ചത് ഇത്രാമത്തെ കൊല്ലത്തിൽ. അപ്പൊ ജനിക്കുമ്പോ ഇയാൾ സലഫിയായിരുന്നോ? ജനിക്കുമ്പോൾ ഇയാൾ സലഫിയായിരുന്നോ? ഹുസൈൻ സലഫിയുടെ ജന്മദിനം. അപ്പൊ അയാൾ സലഫിയായിരുന്നോ? അല്ല. പക്ഷേ പാസ്പോർട്ടിലുണ്ടാകുക ഹുസൈൻ സലഫി ജന്മദിനം, ഡേറ്റ് ഓഫ് ബർത്ത്. അത് പിന്നെ സലഫി ആയതുകൊണ്ട് ആ ജന്മദിനം പറയുന്നിടത്തും അങ്ങനെ തന്നെ പറയാം. ഇതുപോലെ പിന്നെ റസൂലായതുകൊണ്ട് റസൂലാകുന്നതിന് മുമ്പുള്ള സംഭവം പറയുന്ന സ്ഥലത്തും റസൂലുള്ളാഹി എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചതാണ്. നിങ്ങൾ പണ്ട് പറഞ്ഞത് എന്താണെന്നറിയോ? ആ ഉദാഹരണത്തിൽ വന്നു പോയി. എനിക്ക് ബുലൂഗായോ ഇല്ലേന്നായിരുന്നു. ഷാർജയിലേക്ക് പോകുമ്പോഴും അതിനായിരുന്നു കളി. എന്റെ ബുലൂഗായുടെ പ്രായോ അല്ലാത്തതിനെയൊക്കെ കളിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ ബുലൂഗിൽക്കും ഷാർജയിൽക്കൊന്നും ഓടിയാൽ രക്ഷപ്പെടൂല. മൂപ്പര് അത് വിട്ടു. അപ്പൊ അവസാനം എന്റെ പാസ്പോർട്ട് പരിശോധിക്കാനാ പറ്റി, ഇമിഗ്രേഷൻ ക്ലിയറൻസിന്റെ ആളാ. അത് പരിശോധിക്കേ. ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ്? നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയാൻ പഠിപ്പിച്ചത് ഇസ്ലാഹി പ്രസ്ഥാന ഇതിന്റെ പിന്നിലുള്ളത്. നരകത്തിലെ ഭാഷ. എന്നിട്ട് ചോദിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ നിങ്ങൾക്ക് കേൾക്കണം. ഹുസൈൻ സലഫി ആകുന്നതിന് മുമ്പ് ഒരാളും എന്നെ ഹുസൈൻ സലഫി എന്ന് വിളിച്ചിട്ടില്ല. നിങ്ങൾ പറയുന്ന കേസ് അങ്ങനെയല്ല. ആ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിശദീകരണത്തിൽ വളരെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രസംഗം തുടങ്ങുന്ന കാലം തന്നെ എന്തായിരുന്നു എന്ന് പണ്ഡിതന്മാർ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ആവശ്യമാണോ? ആവശ്യപ്പെടുക, അടുത്ത പ്രസംഗത്തിൽ പറയാം. കുറച്ചവിടെ ഇരിക്കട്ടെ. ആ പുറപ്പെടുമ്പോ തന്നെ നബിയാണ് ഞങ്ങൾ തെളിയിക്കും. ഒന്നും രണ്ടും കിതാബ് കൊണ്ടല്ല കേട്ടോ. അല്ലാഹുവിന്റെ റസൂലായ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ഖദർ അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് പോകുമ്പോ നബിയായിട്ട് തന്നെയാണ് പോയത് എന്ന് തെളിയിക്കാൻ ഇമാം ബുഖാരിയെ ഞങ്ങൾ ഉദ്ധരിക്കാം, മുസ്ലിമിനെ ഉദ്ധരിക്കാം, സർവ്വ മുഹദ്ദിസീങ്ങളെയും ഉദ്ധരിക്കാം. അതുപോലെ തന്നെ മുഫസ്സിരീങ്ങൾ ഇബ്നു ജരീർ തബരി, ഇബ്നു അബി ഹാറ്റിം റാസി, ഇബ്നു കസീർ, അതുപോലെ തന്നെ അങ്ങനെ ഡസൻ കണക്കിന് വരുന്ന തഫ്സീറുകൾ ഉദ്ധരിക്കാം. അതുപോലെ തന്നെ ഇബ്നു ഹജർ അസ്ഖലാനി, ഖസ്തല്ലാനി, ഇമാം ഐനി, അതുപോലെ തന്നെ ഇമാം നവവി, സുയൂത്തി, അങ്ങനെ ധാരാളക്കണക്കിന് പേര് പറയുന്നതും അല്ലാത്തവരുമായ ആളുകളുടെ കിതാബുകൾ കൊണ്ട് അത് തെളിയിക്കാൻ ഒരുക്കമാണ്. എന്നാൽ വിനയത്തോടെ ചോദിക്കട്ടെ, നിങ്ങളുടെ ഉസ്താദ് പറഞ്ഞ വാദം അതെന്താണെന്ന് ഒന്നുകൂടി കേൾപ്പിക്കുന്നു. അന്ന് മൂസാ നബി പ്രവാചകനാണെന്നതിന് യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞിട്ടുള്ള തഫ്സീർ ഒന്ന് വായിക്കാമോ? ആയത്തൊന്ന് വായിക്കാമോ? നമ്പർ ഒന്ന് പറയൂ. ഹദീസ് ഉണ്ടെങ്കിൽ ഹദീസിന്റെ നമ്പർ പറയോ, വായിച്ച അർത്ഥം പറയോ. തഫ്സീറിന്റെ കിതാബ് വായിക്കോ, അർത്ഥം പറയോ. ഹദീസിന്റെ കിതാബ് വായിക്കോ, അർത്ഥം പറയൂ. അതല്ലാതെ നിങ്ങൾ ഷാർജയിലേക്കും പാസ്പോർട്ടിലേക്കും ഒന്നും ഓടിയിട്ട് രക്ഷപ്പെടാനാവില്ല കേട്ടോ. ചോദ്യം ആവർത്തിക്കുകയാണ്. നിങ്ങൾ അത്യാവശ്യമില്ലാത്ത പല ചർച്ചയും ഇവിടെ നടത്തിയിട്ടുണ്ട്. ആ പോയത് ബനൂ ഇസ്രായേലിലെ മൂസയാണോ അതോ
മൂസബിന് മീശയാണോ എന്നൊക്കെ നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള ചർച്ചയല്ലേത്, നമ്മളതൊട്ട് ചോദിച്ചിട്ടുമില്ല. മറിച്ച് മൂസാ അലൈഹിസ്സലാം പോയപ്പോ അന്ന് നബിയായിട്ടാ പോയതെന്നതിന്, പ്രവാചകനായിട്ടാ പോയതെന്നതിന് യാതൊരു തെളിവുമില്ല എന്ന കമന്റാണ് നിങ്ങളുടെ ഉസ്താദ് എഴുതിയിട്ടുള്ളത്. അത് തെളിയിക്കണം. അതിനായത്തോതണം, അതിന് ഹദീസ് ഓതണം, അതിന് തഫ്സീർ ഉദ്ധരിക്കണം, അതിന് ഹദീസിന്റെ ശറഹ് ഉദ്ധരിക്കണം. അതല്ലാതെ നിങ്ങൾക്ക് ആ വിഷയത്തിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറാനാവില്ല. അതേ ഇവിടെ ചോദ്യമുള്ളൂ. നിങ്ങളുടെ ഉസ്താദ് എഴുതിയത് ആ അഭിപ്രായം പറഞ്ഞ പണ്ഡിതനാരാണ്? CN അഹമ്മദ് മൗലവിയെ പോലെയുള്ള എന്ന് നിങ്ങൾ പറഞ്ഞ ആ പോലെ അങ്ങ് മാറ്റി നിർത്തിയാൽ ഉദ്ധരിക്കോ? നിങ്ങൾ ഉദ്ധരിക്കൂ. നിങ്ങൾ ഇന്നലെ ഇവിടെ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ പോയി മുട്ടുന്ന പാരമ്പര്യമുള്ളവരല്ലേ? ഉദ്ധരിക്കോ. ആ പരമ്പരയിലെ കണ്ണികളിലൂടെ തെളിയിക്കോ നിങ്ങളുടെ ഉസ്താദ് പറഞ്ഞ വാദം സത്യമാണെന്ന്. അതെല്ലാവരും ജനങ്ങളെ പൊട്ടീസാക്കാൻ വേണ്ടിയിട്ട് പാസ്പോർട്ടിന്റെ കാര്യവും ഷാർജന്റെ കാര്യവും ബുലൂഹായ വിവരവും ഡേറ്റ് ഓഫ് ബർത്തിന്റെ തർക്കവും ഇതൊക്കെ എന്തിനാ? അതുകൊണ്ട് കാര്യം ജനങ്ങളോട് പറയുക. ഇനി സഹോദരന്മാരെ, വളരെ വിശദമായി നമ്മൾ ഇവിടെ സംസാരിച്ച മറ്റൊരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് എന്താണ് മുസ്ലിം വിശ്വസിക്കേണ്ടത്? മുസ്ലിമിന്റെ തൗഹീദ് വളരെ കൃത്യമായി നിലനിൽക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് വിശ്വസിക്കേണ്ട നിലയ്ക്ക് വിശ്വസിക്കേണ്ടതുണ്ട്. അല്ലാഹുവിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ എന്താണോ പറഞ്ഞത്, ഹദീസുകളിൽ എന്താണോ വന്നത്, അതിനപ്പുറം നമ്മൾ ഉപമിക്കരുത്, കൂട്ടരുത്, കുറക്കരുത്, അതുപോലെ തന്നെ സാദൃശ്യപ്പെടുത്താൻ പോകരുത് എന്നൊക്കെ നമ്മൾ ഇവിടെ വിശദീകരിച്ചു. വാക്ക് അള്ള പറഞ്ഞതൊക്കെയുണ്ട് കേട്ടോ, നബിതങ്ങൾ വിശദീകരിച്ചതൊക്കെ അപ്പടി വിശ്വസിക്കുകയാണ് വേണ്ടത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അതിന്റെ ഉദാഹരണമായി ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറും അന്ന് ഉദാഹരണമായി ഉദ്ധരിച്ചിരുന്നു. അപ്പോ മുസ്ലിയാർ കഴിഞ്ഞ പ്രസംഗത്തിൽ വന്നിട്ട് കഴിഞ്ഞതിന്റെ മുമ്പുള്ള 6ാമത്തെ പ്രസംഗത്തിൽ മുസ്ലിയാർ വന്നിട്ട് എന്ത് പറഞ്ഞു? അയാൾ അമാനി മൗലവിയുടെ ഒരു പരിഭാഷ വായിച്ചു. മൗലവി, നിങ്ങളെ പരിഭാഷയെങ്കിലും ഒന്ന് വായിച്ചുകൂടായിരുന്നോ എന്ന് പറഞ്ഞു. നമ്മൾ ആ പരിഭാഷയിലുള്ള കാര്യം എന്താന്ന് കഴിഞ്ഞ പ്രസംഗത്തിൽ ഒക്കെ CD ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാം. അല്ലാഹു റബ്ബുൽ ആലമീൻ സംബന്ധിച്ചുള്ള വിശ്വാസം, ആ വിശ്വാസം അല്ലാഹു റബ്ബുൽ ആലമീനെ സംബന്ധിച്ച് എങ്ങനെ വിശ്വസിക്കണം എന്ന് അല്ലാഹുവിന്റെ വിശിഷ്ടമായ നാമങ്ങൾ, അല്ലാഹുവിന്റെ വിശിഷ്ടമായ സിഫത്തുകൾ, അല്ലാഹുവിന്റെ കൈ എന്ന് പ്രയോഗിച്ചത്, ഇറങ്ങുമെന്ന് പറഞ്ഞത്, അതുപോലെ തന്നെ അർശിൽ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നന്നായി നമ്മളിവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ മൂപ്പര് പറയാണ്, അതൊക്കെ നിങ്ങളുടെ അമാനിയുടെ പരിഭാഷയെങ്കിലും ഒന്ന് വായിച്ചൂടെ? ആ പരിഭാഷയിൽ പോലും പറഞ്ഞത് എന്താണ് എന്ന് പറഞ്ഞിട്ട് പേരോട് പറയുന്നുണ്ട്. അമാനിയുടെ പരിഭാഷയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയത് അമാനിയുടെ പരിഭാഷയിൽ? എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം അമാനിയുടെ പരിഭാഷയിൽ എന്താ വന്നത്. കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ പ്രസിദ്ധീകരിക്കുന്ന നിങ്ങളുടെ ഖുർആൻ പരിഭാഷയിൽ അതാ അമാനി മൗലവി എഴുതുന്നു, ഇസ്തവാ അലൽ അർശ് എന്ന വാക്യത്തിന്റെ ഭാഷാർത്ഥത്തെ മാത്രം അടിസ്ഥാനമാക്കി അല്ലാഹു അർശിന്മേലിരിക്കുകയാണെന്നും മറ്റും ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് സ്വീകാര്യമല്ല തന്നെ. അതുകൊണ്ട് അയാൾ നിർത്തിയോ? രണ്ടാമത് പറയുന്ന വാചകം കേട്ടോ സെൽഫി, രണ്ടാമത് പറയുന്ന വാചകം കേട്ടോ മുജാഹിദേ. അതാ ഈമാൻ കിട്ടാതെ മരിക്കണ്ട. അല്ലാഹുവിനെ സൃഷ്ടികളോട് സമപ്പെടുത്തലും അവന്റെ ഗുണവിശേഷങ്ങളുടെ പരിശുദ്ധിയെ നിരാകരിക്കലുമാണത്. അല്ലാഹുവിനെ സൃഷ്ടികളോട് സമപ്പെടുത്തലും അവന്റെ ഗുണവിശേഷങ്ങളുടെ പരിശുദ്ധിയെ നിരാകരിക്കലുമാണത്. അപ്പൊ അല്ലാഹു അർശിന്മേലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ നമ്മെ പോലെ എന്ന് പറയണ്ട, സൃഷ്ടികളെ പോലെ എന്ന് പറയണ്ട. അല്ലാഹു അർശിന്മേലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ സൃഷ്ടികളോട് സമപ്പെടുത്തലാണെന്ന് അതാ അമാനി മൗലവി കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ പ്രസിദ്ധീകരിക്കുന്ന ഖുർആൻ പരിഭാഷയിലെ 1102 പേജിൽ സൂറത്തുൽ അറാഫിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. സഹോദരന്മാരെ ശരിക്ക് കേട്ടോ,
അമാനി മൗലവി അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്താ പറഞ്ഞത്? ഈ അർശിന്മേൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹിനോട് സമപ്പെടുത്തല. അതിന്റെ ആദ്യ ഭാഗം നിങ്ങൾ എന്താണ് വെറുതെ വായിച്ചു വിട്ടു എന്നല്ലാതെ മൗലവി അവിടെ ഒരു കാര്യം തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നറിയോ? ഇസ്തവാ അലൽ അർശ്, അർശിൽ അവൻ ആരോഹണം ചെയ്തു എന്ന ഇസ്തവാ അലൽ അർശ് എന്ന വാക്യത്തിന്റെ ഭാഷാർത്ഥത്തെ മാത്രം അടിസ്ഥാനമാക്കി. അതാ പോയിന്റ്, അതാണ് പോയിന്റ്. ഇരിക്കുക എന്ന് പറയുമ്പോ ഭാഷാർത്ഥം മാത്രം അടിസ്ഥാനാക്കരുത്. എന്താ സാധാരണ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, കാലൊക്കെ മടക്കി വെച്ച് ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്ന് വളഞ്ഞ് ചെയറിലൊക്കെ ഇരിക്കുന്ന രൂപം വരും. ആ നിലക്ക് ഭാഷയിൽ ഇരിക്കുക എന്ന് പറഞ്ഞ ഒരർത്ഥമുണ്ട്. ആ ഭാഷാർത്ഥത്തെ മാത്രം അടിസ്ഥാനമാക്കി ആ ഭാഗം പേരോട് വിശദീകരിക്കുന്നില്ല. വായിക്കുമ്പോൾ വായിച്ചു വിട്ടു. അതെന്തിനാണെന്നറിയോ? എന്നാ ഞാൻ പറഞ്ഞു എന്ന് വരുത്തി തീർക്കും വേണം, മൂപ്പർക്ക് അത് വിശദീകരിക്കാതെ പോകും വേണം. പിന്നെ വായിക്കുമ്പോൾ ഒന്നും ഭാഷാർത്ഥത്തെ മാത്രം അടിസ്ഥാനമാക്കി എന്നത് കണ്ട ഭാവം പോലും പേരോട് നടിക്കുന്നില്ല. അതാണ് ആ വാചകത്തിന്റെ ജീവനും, അതാണ് ആ വാചകത്തിന്റെ ഏറ്റവും വലിയ കാതലും. ആ കാതല് വെറുതെ ഒന്നാണ് വായിച്ചു വിട്ടിട്ട് വിശദീകരണത്തിന്റെ നേരത്ത് സൗകര്യപൂർവം അത് കണ്ടില്ലെന്ന് നടിച്ച് അമാനി മൗലവിയുടെ പേരിൽ കള്ളം ആരോപിക്കുകയാണ് പേരോട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അമാനി മൗലവി എഴുതിയത് മനസ്സിലാവോ? നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധ്യമല്ലല്ലോ. എന്താ അമാനി മൗലിയുടെ പരിഭാഷയിൽ പറഞ്ഞത്? നിങ്ങൾക്ക് ഇനി അമാനി മൗലിയുടെ പരിഭാഷ വായിച്ചാൽ തിരിയണ്ടേ? കാരണം അമാനി മൗലവിയെ ചോദ്യം ചെയ്യുന്ന നിങ്ങൾക്ക് ആ പരിഭാഷയിൽ പറഞ്ഞത് മലയാളത്തിലായിട്ട് പോലും മനസ്സിലാകാതെ പോയല്ലോ എന്ന നിലയ്ക്ക് നമ്മളത് വളരെ കൃത്യമായി എന്താ മൗലവി വിശദീകരിച്ചത് എന്നൊക്കെ ഇവിടെ വെച്ച് പറഞ്ഞതാ. അതൊക്കെ പറഞ്ഞിട്ടും മൂപ്പരെന്താ ചെയ്തെന്നറിയോ? അതൊക്കെ കേട്ടില്ലാന്ന് തൊട്ടില്ല. മൂപ്പര CD മൂപ്പര ആൾക്കാരെ കേൾക്കൊള്ളൂ എന്നൊരു സമാധാനം ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് മൂപ്പര് പറയാണ്, മുട്ട് മടക്കിയില്ലേ മൗലവി പ്രാവശ്യം വന്നിട്ട് വിഷയം തൊട്ടില്ലാന്ന്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആ വിഷയം തൊട്ടില്ലാന്ന് എന്റെ പേരിൽ മൂപ്പര് കളവ് പറയുന്നതെന്ന് കേട്ടോളൂ. എന്താ നോണാന്നറിയാം. മൗലവി വന്നപ്പോൾ ആ വിഷയം തന്നെ തൊട്ടില്ല. കാരണം മൗലവിക്ക് ബോധ്യപ്പെട്ടു ഞങ്ങൾ അമാനി മൗലവിന്റെ പരിഭാഷ വായിക്കിട്ടാണ് പേരോട് പറഞ്ഞത്. അത് പേരോടിന്റെ മുമ്പിൽ തലകുലിക്കലല്ലാതെ നിവൃത്തിയില്ല. മുട്ട് മടക്കിയില്ല. നിങ്ങളാ മടക്കിയത്. CD-യിൽ നിന്ന് നിങ്ങൾ കട്ടിട്ടുണ്ട്. കട്ട ഭാഗം ഞങ്ങൾ പിടിച്ചത് MP3-യിൽ നിന്നായി കേൾപ്പിച്ചത്. നോണ പറഞ്ഞപ്പോ പിടിക്കുന്ന മനസ്സിലായപ്പോ CD ഇറങ്ങിയപ്പോ കട്ട് ചെയ്തിരുന്നു. നിങ്ങൾ കട്ടാൽ ഞങ്ങൾ പിടിക്കും. പിടിച്ചതാ കേൾപ്പിച്ചത്. അത് ആളിങ്ങനെ മിണ്ടാതെക്കട്. ഇത് പറയുമ്പോ എന്താ അങ്ങനെ മിണ്ടാതെക്കണ് തോന്നിയില്ല നിങ്ങൾക്ക്? എന്തത്ര ഭക്തിയിൽ നിൽക്കുന്നത്? കളവ് പിടിച്ചപ്പോ ആ നിലക്കിങ്ങനെ വിനീതനായി നിൽക്കുക. ശരി തന്നെയാണ് എന്ന മട്ടിലെ അതാണ് ആ നിപ്പ്. നിങ്ങൾ പറ, അപ്പൊ നമ്മൾ തെളിയിക്കും നിങ്ങൾ MP3 പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? തൊട്ടിലാണ് ആ വിഷയം. തൊട്ടില്ല. നിങ്ങളുടെ മുട്ട് മടക്കിയില്ലേന്ന് കൗമിന്. അപ്പൊ കുറെ തക്ബീർ തൊഴിലാളികൾ ഇങ്ങനെ അല്ലാഹു അക്ബർ. നോണയാണ് പറഞ്ഞിട്ട് തക്ബീറാണ് ചൊല്ലിക്ക. എന്താ സംസ്കാരം? മാത്രമല്ല അടുത്ത നോണ കേട്ടോളൂ. ഇനിയും പറയുന്നത് കേട്ടോളൂ. അടുത്ത നോണ. ഇപ്പൊ മൗലവിക്ക് ബോധ്യപ്പെട്ടു. അവിടെ ഞങ്ങൾ ജനങ്ങളെ ഇസ്ലാമിൽ കുഫറിലേക്കാണ് ക്ഷണിച്ചത്. എന്നിപ്പോ മൗലവിക്ക് ബോധ്യപ്പെട്ടു ഈ പ്രാവശ്യം പറഞ്ഞിട്ട് അതിനെ സംബന്ധിച്ച് മുൻപില്ല. മൗലവി ഒരു കുലകളുടെ ഭാഷ, നിങ്ങളെ കുലകളുടെ ഭാഷ ഇങ്ങനെ വായിച്ച് പഠിക്കുമായിരുന്നോ? കണ്ടോ? മിണ്ടിയിട്ടുണ്ട്. മിണ്ടിയിലാണാ പറയുന്നത്. മിണ്ടിന്ന് മൂപ്പർക്ക് ബോധ്യാണ്. അതുകൊണ്ടാ CD-യിൽ അത് കാണാത്തത്. ഇത് നിങ്ങളിവിടെ പ്രസംഗിച്ചപ്പോ വിട്ടതാ. എന്തേ നിങ്ങളത് കട്ട് ചെയ്തിറക്കിയത്? അപ്പൊ നിങ്ങൾക്ക് തോന്നി ഇപ്രാവശ്യം വന്നിട്ട് മിണ്ടിയിലാന്നൊക്കെ CD-യിൽ കണ്ടാല് അത് ക്ലിപ്പിട്ട് കേൾപ്പിക്കൂലേ? ഇതാരും കേട്ടിട്ടില്ല എന്നാ വിചാരിച്ചത്. വേറെ അവിടെ ഇരിക്കട്ടെ. ഇനിയും നുണ കേട്ടോളൂ. പറയട്ടെ മൂപ്പര്. ഒരൊറ്റ വിഷയത്തിൽ എത്ര നുണ പറയുന്നു? മൗലവി ഇപ്പൊ പത്തി മടക്കിയിരിക്കുകയാണ്. മുമ്പ് മൗലവിയുടെ വന്നിട്ട് ഇബ്നു കസീർ വായിച്ചു. എന്നിട്ട് മൗലവി പറഞ്ഞു, അതാ അല്ലാഹുവിനെ സംബന്ധിച്ച് അല്ല കയറും, അല്ല ഇറങ്ങും, അള്ളാഹ്ക്ക് കൈയുണ്ട്, അള്ളാഹ്ക്ക് കാലുണ്ട്, അള്ളാഹു തേര പോകുന്നുണ്ട്, വരുന്നുണ്ട്, കസേരമ കുത്തിരിക്കുന്നുണ്ട്, കാല് നീട്ടിയിട്ടിട്ടോ പൊക്കിയിട്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. കണ്ടോ? നോടാ പറയാ. കാല് നീട്ടിയിട്ടോ പൊക്കിയിട്ടോ എനിക്ക് അറിഞ്ഞൂടാൻ. കേട്ടോളൂ. ആ ഭാഗം 3 ഒന്നും കൂടെ ഇനിയും പറയാണ്. അതേ നോണ തന്നെ ആവർത്തിക്കുന്നു. കേട്ടോ?
ഇവിടെ മൗലവി വന്നിട്ട് പറഞ്ഞില്ലേ, പടച്ചവൻ അർശിന്റെ മേലിരിക്കുന്നു എന്നാ ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് കാല് താത്തിയിട്ടിട്ടോ പൊക്കിയിട്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. അതുപോലെ മേപ്പോട്ടോക്കിയിട്ടോ താഴോട്ടോക്കിയിട്ടോ എന്ന് ഞമ്മക്കറിഞ്ഞൂടാ എന്ന് ഇവിടെ ഹുസൈൻ സലഫി പ്രസംഗിച്ചില്ലേ നാദാപുരത്ത്? ഇല്ല ഇല്ല ഇല്ല, നോണ പറഞ്ഞതാണ് നിങ്ങൾ എന്റെ പേരിൽ. നിങ്ങൾ നോണ പറഞ്ഞതാണ്. മേപ്പോട്ട് കാല് കയറ്റി വെച്ചിട്ടോ പൊക്കി വെച്ചിട്ടോ താറ്റി വെച്ചിട്ടോ നമുക്ക് അറിഞ്ഞൂടാന്നല്ല. അള്ളാന്റെ ഇരുത്തത്തെ സംബന്ധിച്ച്, അള്ളാന്റെ ഏത് പ്രവൃത്തികളെ സംബന്ധിച്ച് പറയുമ്പോഴും അതിന് നമ്മളൊരു ഹദ് നിർണയിക്കരുത്. നമ്മൾ അതിന് വകയായിട്ടൊരു വ്യാഖ്യാനം പറയരുത്. ആ നിലക്ക് കാല് തൂക്കിയിട്ടോ പൊക്കിയിട്ടോ എന്നൊന്നും അറിഞ്ഞൂടാന്നല്ല. പറയാൻ പാടില്ല കേട്ടോ, പറയാൻ പാടില്ല എന്ന വാക്ക് നമുക്കറിഞ്ഞൂടാ എന്നാക്കുന്ന ഈ കുബുദ്ധിയും മറ്റേ സംസ്കാരമാണല്ലേ. കേട്ടോളൂ, ഞാൻ എന്താണെന്ന് പറഞ്ഞത് നമ്മക്കറിഞ്ഞൂടാനാണോ പറഞ്ഞത്, അതോ അങ്ങനെയൊന്നും പറഞ്ഞൂടാനാണോ പറഞ്ഞത്? ശ്രദ്ധിച്ചു കേട്ടോളൂ. ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്താ വിശ്വസിക്കുന്നത്? അല്ലാഹു അർശിന്മേലാണ്. എങ്ങനെ? കൈഫശാ, അവനുദ്ദേശിക്കുന്നത് പോലെ, അവനുദ്ദേശിക്കുന്ന പ്രകാരത്തിൽ. അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഹദ് നിർണ്ണയിക്കാൻ പറ്റൂല. എങ്ങനെ അപ്പുറം അപ്പുറമൊക്കെ അതിന്റെ അതിർത്തി എത്ര പ്ലേസ് വേണം അതൊന്നും നമ്മൾ പറയാൻ പാടില്ല. ഇരിക്കുന്ന രൂപ എങ്ങനെ മേപ്പോട്ട് നോക്കിയിട്ടോ താഴത്തേക്ക് നോക്കിയിട്ടോ കാല് നോക്കിയിട്ടോ ആ നിലക്കുള്ള ഒരു വർത്തമാനവും പറയാൻ പാടില്ല. കണ്ടോ, ആ നിലക്കുള്ള ഒരു വർത്തമാനവും പറയാൻ പാടില്ല. അള്ളാഹിനെ സംബന്ധിച്ച് അള്ളാഹ് എന്താണോ പഠിപ്പിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ പഠിപ്പിച്ചത് അതപ്പടി പറയണം. നമ്മുടെ വകയായിട്ട് കൂട്ടരുത്, കുറക്കരുത്. അതിന് ഹദ് അതിർത്തി നിശ്ചയിക്കരുത്, രൂപം നിശ്ചയിക്കരുത്. നമ്മുടെ വക ഉപമകൾ പറയരുത്, നമ്മുടെ വക സാദൃശ്യപ്പെടുത്തലുണ്ടാകരുത്. ഇങ്ങനെയൊക്കെ അതല്ലാത്തതൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് അത് നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ സംഗതിയൊക്കെ നടക്കേണ്ട മുമ്പേക്ക് അറിയാഞ്ഞിട്ടാണ് ധ്വനിപ്പിക്കുന്ന ആ നിലക്കുള്ള കള്ളമാണ് നിങ്ങൾ പറഞ്ഞത്. അത് കാല് താത്തിയിട്ടിട്ടോ പൊക്കിയിട്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഇരിക്കുന്ന രൂപ എങ്ങനെ മേപ്പോട്ട് നോക്കിയിട്ടോ താഴത്തേക്ക് നോക്കിയിട്ടോ കാല് നോക്കിയിട്ടോ ആ നിലക്കുള്ള ഒരു വർത്തമാനവും പറയാൻ പാടില്ല. അതുപോലെ മേപ്പോട്ടോക്കിയിട്ടോ താഴോട്ടോക്കിയിട്ടോ എന്ന് ഞമ്മക്കറിഞ്ഞൂടാ. ആ നിലക്കുള്ള ഒരു വർത്തമാനവും പറയാൻ പാടില്ല. എന്നാലേ നിങ്ങൾ ഇവിടെ സ്ഥാപിച്ചത് മുഴുവൻ നാദാപുരത്തിന്റെ മണ്ണിൽ നിങ്ങൾ കുഴിച്ചു മൂടുന്നു. മുട്ടുമടക്കുന്നതാരാണെന്ന് കാണിക്കാനും കേൾപ്പിക്കാനും പോവുകയാണ്. നിങ്ങൾ പറഞ്ഞതെന്താണ്? ആയത്ത് ഹദീസുകൾക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനം പറയാൻ പാടില്ലെന്ന് ആയത്ത് ഹദീസ് ഓതിയിട്ട് നിങ്ങളെ അങ്ങ് പഠിപ്പിച്ചപ്പോ ഇപ്പൊ നിങ്ങൾ എന്റെ മുമ്പിൽ ഏറ്റമിട്ടുകൊണ്ട് മുട്ടുമടക്കി പറയുന്നു. എന്ത്? ഖുർആൻ ഹദീസിലും വന്ന മുതശാബിഹായ ആയത്ത് ഹദീസുകൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കാനുള്ളതല്ല എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത സത്യം എങ്ങനെയോ നാവിൽ നിന്ന് അതാ വളരെ മുട്ടുമടക്കേണ്ട അവസ്ഥയായതുകൊണ്ട് പറഞ്ഞതാണ്. അതൊന്ന് കേട്ടോളൂ. ഖുർആനിലും ഹദീസിലും വന്ന മുതശാബിഹായ ആയത്തുകൾ, ഹദീസുകൾ അത് നിങ്ങളെ ഇഷ്ടം പോലെ പറയാനുള്ളതല്ല, വ്യാഖ്യാനിക്കാനുള്ളതല്ല. കേട്ടോ, വ്യാഖ്യാനിക്കാനുള്ളതല്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കാനുള്ളതല്ല. ആരാ വ്യാഖ്യാനിക്കാറുള്ളത്? പേരോടെ ഞങ്ങളാണോ നിങ്ങളാണോ? യൻസിലു റബ്ബുനാ തബാറക വ തആല. അല്ലാഹുവിനെ യോജിക്കുന്ന നിലക്ക് എല്ലാ രാത്രിയിലും അവസാനയാമത്തിൽ ഇറങ്ങുന്നുണ്ട് എന്ന് നമ്മൾ പറയുമ്പോ നിങ്ങളുടെ ആളുകൾ എന്ത് പറയാറുണ്ട്? ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അല്ലാഹ് ഇറങ്ങുമെന്നല്ല, അത് അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുമെന്നാണ്, അതല്ലെങ്കിൽ മലക്കുകൾ ഇറങ്ങുമെന്നാണ്. അങ്ങനെയൊക്കെ നിങ്ങൾ തോന്നിവാസം പറയാറില്ലേ? അതുപോലെ അള്ളാന്റെ കൈ എന്ന് പറഞ്ഞാൽ അത് ഖുവ്വത്ത് എന്നാണ്, അതല്ലെങ്കിൽ നിഅമത്ത് എന്നാണ്, അതല്ലെങ്കിൽ ഖുദ്റത്ത് എന്നാണ് എന്നൊക്കെ വ്യാഖ്യാനം പറയാറില്ലേ? അങ്ങനെ പലതിനും അള്ളാഹു കോപിച്ചു. അള്ളാഹു തആല ആ നിലക്ക് ഏത് പ്രവർത്തനങ്ങളെ പറ്റി പറയുമ്പോഴും അതൊക്കെ നിങ്ങൾ വ്യാഖ്യാനിക്കാറില്ലേ? അപ്പൊ നമ്മൾ പറയാറുണ്ട് അതൊന്നും അങ്ങനെ വ്യാഖ്യാനിക്കാൻ
പാടില്ല കേട്ടോ. അതിപ്പോ മൂപ്പരങ്ങ് സമ്മതിച്ചിട്ട് ഇങ്ങോട്ട് പറഞ്ഞതാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. അത് നിങ്ങളങ്ങ് ഉൾക്കൊണ്ടാൽ മതി. മാത്രമല്ല, നമ്മളെന്ന് പറഞ്ഞില്ലേ, ഹദീസുകളിലൊക്കെ വന്നത് അതേപടി നമ്മൾ എടുത്തു പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞത് കേൾപ്പിച്ചിട്ട് മറ്റൊരു സ്ഥലത്തെ പ്രസംഗം കേൾപ്പിച്ചിട്ട് മുസ്ലിയാര് പറയുകയാണ്, മൗലവി പറഞ്ഞില്ലേ ഇവിടെ ഉപമിക്കാൻ പാടില്ലാന്ന്, മൗലവി തന്നെ ഉപമിച്ചിട്ടില്ലേ. കുട്ടികൾ പന്തറിയുന്ന പോലെ, കുട്ടികൾ പന്തറിയുന്ന പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ ആകാശത്തെ അതാ കയ്യിൽ പിടിച്ചിട്ട്, ആകാശത്തെ കയ്യിൽ പിടിച്ചിട്ട് അതാ കുട്ടികൾ പന്തറിയുന്നത് പോലെ എറിയുമെന്ന് അതാ സലാഹി പ്രസംഗിച്ചിട്ടില്ലേ, ഹനീഫ് മൗലവി പ്രസംഗിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പര് കളിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഉള്ളവന്റെ ഒരു സംസാരത്തിൽ ഒരു ഹദീസ് വായിച്ചുകൊണ്ട് അർത്ഥം പറയുന്നുണ്ട്. നാം അല്ലാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് എത്ര ചെറിയ നിലക്കുള്ള ധർമ്മമാണ് ചെയ്യുന്നതെങ്കിലും അത് അല്ലാഹു തആല സ്വീകരിച്ചിട്ട് അതാ നിങ്ങളിൽ ഒരുവൻ അതാ നിങ്ങളുടെ കുതിരക്കുട്ടിയെ വളർത്തി വലുതാക്കുന്നത് പോലെ നിങ്ങളുടെ സ്വതക്കയതാ വലുതാക്കുന്നു, നിങ്ങൾക്ക് ഭീമമായ നിലക്ക് വമ്പിച്ച പ്രതിഫലമായി തിരിച്ചു തരുന്നു എന്നും പറഞ്ഞിട്ട് മുസ്ലിയാർ ഇവിടെ കേൾപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, മൗലവിമാര് തന്നെ കുഫിരിയത്ത് പറഞ്ഞില്ലേ, സക്കരിയ സലാഹിയും പറഞ്ഞില്ലേ, ഹനീഫ് മൗലവിയും പറഞ്ഞില്ലേ, ഇവിടെ പ്രസംഗിച്ച സലഫി മൗലവിയും പറഞ്ഞില്ലേ, അള്ളാനെ പറ്റി ഉപമ പറഞ്ഞില്ലേ. ചുരുക്കി പറയട്ടെ നിങ്ങളോട്, അങ്ങ് കളവാണ് പറയുന്നത്. കാരണം ഞങ്ങൾ ഞങ്ങളുടെ വകയൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ എന്താണ് ചെയ്തത്? ഞങ്ങൾ ഹദീസിൽ വന്നത് അപ്പടി പറഞ്ഞതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ അടുത്ത പ്രസംഗത്തിൽ പറയണം. സലാഹി വിശദീകരിച്ചതുപോലെ, ഹനീഫ് വിശദീകരിച്ചതുപോലെ, പന്തറിയുന്നത് പോലെ എന്നൊരു പ്രയോഗമുള്ള ഒരു ഹദീസ്, ആ ഹദീസിന് നിങ്ങളൊന്ന് അർത്ഥം പറയണം. അതൊന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്. അതുപോലെ തന്നെ ഈ ഉള്ളവൻ വിശദീകരിച്ച ആ സ്വതക്ക സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ആ ഹദീസും നിങ്ങൾ പറയണം. ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് നിങ്ങൾ മതം പറയണേ. അതൊന്നുമല്ലെങ്കിൽ നിങ്ങൾക്കിനി നല്ലത് സ്ഥലം വളർന്ന് നടക്കലാണ്. ദീന് പറയാൻ നിങ്ങൾക്ക് ഇങ്ങനെ പഠിച്ചു പറയാനാവില്ലെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിലൊക്കെ അല്ലാഹു പറഞ്ഞത് പറയുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അപ്പടി പറയുന്നത്, അതൊക്കെ അനിസ്ലാമികമാണെങ്കിൽ നിങ്ങൾ ഇനിയും ദീനൊന്ന് പഠിക്കണേ. പക്ഷേ നിങ്ങൾക്ക് നേരമില്ലല്ലോ. കുറച്ചു കാലമായിട്ട് സ്ഥലമളക്കുന്ന പരിപാടിയല്ലേ. ഞാൻ വെറുതെ പറയുന്നതല്ല, ഇയാൾക്ക് പാതാ കാര്യമായ പരിപാടി എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങളൊന്ന് കേട്ടോളൂ മൂപ്പരുടെ ഒരു പ്രത്യേകമായ വിവരണം. കേൾക്കുമ്പോൾ മനസ്സിലാവും എന്താ സംഭവം. നമ്മളെ മുജാഹിദീങ്ങള് നേരത്തെ പരിപാടി നടത്തിയിരുന്ന സ്ഥലത്ത് അവർ പറഞ്ഞ ആള് കൂടിയതുകൊണ്ട് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് നീങ്ങിന. ആദ്യമുള്ള സ്ഥലത്തിന്റെ അളവും അതിന്റെ ഇപ്പുറത്തെ സ്കൂൾ ഗ്രൗണ്ടും അതിന്റെ ഇപ്പുറത്തുള്ള സ്ഥലവും അതിന്റെ അവിടെ നിൽക്കാനുള്ള സൗകര്യമൊക്കെ ഞാൻ അളവ് മനസ്സിലാക്കി. പിന്നീട് അവർ പോയ സ്ഥലവും മനസ്സിലാക്കി. ഓരോ സ്ഥലത്തും നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ അളവ് കുറഞ്ഞ സ്ഥലത്തേക്കാ നീങ്ങിയതും ആള് കൂടിയതുണ്ട്. എന്താ സത്യസന്ധത അതിലേ. നമ്മൾ പരിപാടി നടത്തിയ ആദ്യ പരിപാടി മുതൽക്ക് അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഓരോ പരിപാടിയും അളവ് കൂടിയ സ്ഥലത്ത് നിന്ന് ആൾക്കാർ കൂടിയത് കൊണ്ട് നമ്മളിപ്പോ ആൾക്കാർക്കൊന്നും ഇരിക്കാൻ സൗകര്യമില്ലാത്ത ഇടുങ്ങിയ പ്രദേശങ്ങളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മൂപ്പരിപ്പോ നമ്മളെ 8ാമത്തെ ഗണനാണല്ലോ. 7ാം ഗണനത്തിൽ അത് പറയുന്നത് 7 ഗണനത്തിന്റെ സ്ഥലവും കോൽക്കാരനാണെന്നോ. അളവ് മനസ്സിലാക്കി ആ പനിയാ. അങ്ങനെ അളവ് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ മൂപ്പര് നടക്കുക. കിതാബോധി പഠിക്കണം. ഇവിടെ നിങ്ങൾ പ്രസംഗിച്ചില്ലേ, അതാ കാസർകോട്ട് മുതൽ തിരുവനന്തപുരം വരെയുള്ള സർവ്വ മൗലവിമാരും വന്നില്ലേ ഇവിടെ, സർവ്വ മുജാഹിദീങ്ങളും വന്നില്ലേ ഇവിടെ. അങ്ങനെ ആളുകൾ ഇങ്ങനെ ധാരാളമായി കൂടുന്നത് കണ്ടപ്പോ വിഷമമുണ്ടല്ലേ. നിങ്ങൾ എത്ര കരഞ്ഞു പറഞ്ഞു നോക്കി. ഈ മൗലവിയുടെ CD, മൗലവിമാരുടെ CD കേട്ടുപോകരുത് ഉമ്മമാരേ. നിങ്ങൾ നരകത്തിലേക്ക് പോകണ്ട ഉമ്മമാരേ.
എന്ന് നിങ്ങൾ എത്ര കരഞ്ഞു പറഞ്ഞു നോക്കി. ഇതാ നിങ്ങളുടെ ഏത് പ്രചരണങ്ങളുടെയും മതിൽക്കെട്ടുകളെ ചവറ്റുകെട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ജനങ്ങൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുമ്പോ സഹിക്കാനാകുന്നില്ല അല്ലേ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ മൂപ്പര് പറഞ്ഞതെന്താ? അന്യ രാജ്യങ്ങളിലൊക്കെ ആൾക്കാർ CD കേൾക്കുമ്പോ ആരെങ്കിലുമൊക്കെ വിശ്വസിച്ചാലോ? ഇവിടെ പങ്കെടുക്കണോന്ന് ഏതായാലും വിശ്വസിക്കൂല. പക്ഷെ മൂപ്പരിക്ക് അതൊന്നുമില്ല. തൽക്കാലം എന്തെങ്കിലും പറയണം, അല്ലെങ്കിൽ ഈ ആളുകൾ വിശ്വസിക്കും, ഈ നാട്ടുകാർ വിശ്വസിക്കൂ. ആള് കുറഞ്ഞ സ്ഥലത്തേക്ക് ഇങ്ങനെ വരും. അപ്പൊ നമ്മൾ ഒന്നാം പരിപാടിക്ക് ഇപ്പോ ഇതിപ്പോ എട്ടാമത്തെ ഗണ്ണനത്തിനുള്ളതിനേക്കാൾ ഗംഭീരമായ ജനക്കൂട്ടായിരുന്നു ഒന്നാം പരിപാടിക്ക്. ഇപ്പൊ കുറഞ്ഞതാണ്. കുറഞ്ഞ് നമ്മളിപ്പോ എവിടെ വന്നു നിൽക്കണേ? മൂപ്പരിക്ക് വലിയ വിഷമം. ഇടക്കിടക്ക് മൂപ്പര് പറയുന്നുണ്ട്, മൗലവി ഇവിടെ വന്നിട്ട് കള്ളുഷാപ്പിന്റെ അടുത്തുനിന്ന് പ്രസംഗിക്കാണ്. ആ കള്ളുഷാപ്പിന്റെ അടുത്ത് നിന്ന് പ്രസംഗിച്ച പ്രസംഗത്തില് മൗലവി പറയുന്നത് എന്താണെന്നറിയോ? ഇപ്പോൾ കൂടുതലൊന്നുകൂടി കള്ളുഷാപ്പിന്റെ അടുത്തിട്ടാണ് സ്റ്റേജ് കെട്ടിയതെന്നാണ് അറിവ്. ഇരിക്കട്ടെ, ആ കള്ളുഷാപ്പിന്റെ അടുത്ത് നിന്ന് പ്രസംഗിച്ച പ്രസംഗത്തില് മൗലവി പറയുന്നത് എന്താണെന്നറിയോ? എനിക്കറിയില്ല ഇവിടെ ഒരു കള്ളുഷാപ്പുള്ളത്, എനിക്കാവട്ടെ അറിയൂല. എന്താന്നൊക്കെ ഒരു ബേജാറ്. ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ കുറെ മാസം കഴിഞ്ഞിട്ടല്ലേ ഒരു പരിപാടി നടക്കണത്. ആ ഒരു 2 ദിവസം ഈ സമയത്ത് ഇവിടെ കുറച്ച് ആള് മുടങ്ങിയിട്ട് വല്ല ബുദ്ധിമുട്ടുള്ളത് തോന്നലുണ്ടെങ്കിൽ സാധനം വേറെ പലയിടത്തും കിട്ടൂലേ? നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? എന്താ അതൊക്കെ തർക്കമുള്ള വിഷയ? കള്ളുഷാപ്പിന്റെ അടുത്ത് പ്രസംഗിക്കണേ. ആദ്യം പറഞ്ഞു സിനിമാ ടാക്കീസ് പൊളിച്ചോടത്ത് പ്രസംഗിക്കാണ്. ഒരു സിനിമാ ടാക്കീസ് പോയെങ്കിൽ, ഒരു കള്ളുഷാപ്പ് പോയെങ്കിൽ, ഇതൊക്കെ ഒരു പണ്ഡിതനെന്ന് പറയുന്ന ആളുകൾക്ക് യോജിച്ച വർത്താനാണോ? കള്ളുഷാപ്പിന്റെ അടുത്ത് ഇയാൾ എത്ര തവണ പറഞ്ഞു? നിങ്ങൾ കള്ളുഷാപ്പിന്റെ അടുത്തുനിന്ന് പോലെ പറയാ. എന്താ നിങ്ങളത് പറഞ്ഞതിന്റെ ഉദ്ദേശം? അറിയാതെ ചോദിക്കുക. എന്താ നിങ്ങളത് പറഞ്ഞതിന്റെ ഉദ്ദേശം? ഒരാളുടെ ഒരു സംസ്കാരം അല്ല മറ്റോടത്തെ സംസ്കാരല്ലേ? സാരല്ല, ഞങ്ങളുടെ കയ്യിലൊരു റിപ്പോർട്ടുണ്ട്. ഇപ്പൊ വായിക്കുന്നില്ല. ഹെഡിങ് മാത്രം പറയാം. മദ്യം പള്ളിയിലേക്ക്, സഖാഫി നാട്ടിലേക്ക്. ഖലാസ്. നിങ്ങൾ ചിന്തിക്കണം. പിന്നെ ഇവിടെ വെച്ച് പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ഹദീസ് ഞങ്ങൾ ഉദ്ധരിച്ചു. എന്തേ ഞങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ളൂ? ഞങ്ങളുടെ വകയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പറഞ്ഞത് അപ്പടി പറഞ്ഞതാ. കിൽതാ യദൈഹി യമീനുൻ എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇരുകൈകളും വലതാണ് എന്ന ഒരു റിപ്പോർട്ട് നമ്മൾ ഇവിടെ വായിച്ചു. മുസ്ലിയാരപ്പ പറഞ്ഞു. മുസ്ലിക്ക് അപ്പ ഓർമ്മയും മൂപ്പരെയും കാന്തപുരത്തിനൊക്കെ അങ്ങനെ ഓർമ്മയിരുന്ന മൂപ്പര് കണ്ടോ, ഇരു കൈകളും വലതാണെങ്കിൽ ഇപ്പൊ എന്തായിരിക്കും ആ കോലം? അപ്പൊ ഇവിടെ ഇങ്ങനെ കൈ ഇങ്ങനെ തൂങ്ങിയിട്ട് അങ്ങനെ ഒരു വികലാംഗൻ. അള്ളാനെ നിങ്ങൾ വികലാംഗനാക്കിയില്ലേ സലഫി എന്നൊക്കെ മൂപ്പര് ചോദിക്കുന്നുണ്ട്. പറയട്ടെ, നിങ്ങളോടല്ലേ പലതവണ ആവശ്യപ്പെട്ടത്? ആ ഹദീസ് ഒന്ന് വായിച്ച് അർത്ഥം പറയൂ. കിൽതായ യമീനുൻ എന്ന ഹദീസ് ഒന്ന് വായിച്ചിട്ട് അർത്ഥം പറയൂ. ഇന്ന് വരെ നിങ്ങൾ തൊടാൻ ധൈര്യപ്പെട്ടിട്ടില്ലല്ലോ. ഇനിയും ആവർത്തിക്കുന്നു, കിൽതായ യമീനുൻ എന്ന ഹദീസ് ഒന്ന് വായിച്ച് അർത്ഥം പറയണേ. അത് പറഞ്ഞപ്പോ ഒരിക്കൽ മുമ്പ് മറുപടി പറഞ്ഞു. അതെന്താ? നിങ്ങളാണ് പറഞ്ഞു അർത്ഥം. പിന്നെ മുമ്പ് പറയും, ഞാൻ പറയൂല മൗലവി. എന്നാ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, അലിഫ് ലാം മീം അർത്ഥം പറ മൗലവി, പറ എന്നോട് പറഞ്ഞു. അലിഫ് ലാം മീം പോലെയാണ് എന്ന് പറഞ്ഞ ഭാഗം പെട്ടെന്നൊന്ന് കേട്ടോളൂ. അലിഫ് ലാം മീം എന്ന് ഖുർആനിലുണ്ട്. അതിന്റെ മാന നമുക്കറിയില്ല. അലിഫ് ലാം മീം എന്നത് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു. അല്ലാഹു ഉദ്ദേശിച്ചൊരു മാന അതിലുണ്ട്. പക്ഷേ അതിന്റെ മാന നമുക്കറിയില്ല. യാസീൻ എന്ന് ഖുർആനിലുണ്ട്. കാഫ് ഹാ യാ ഐൻ സാദ് ഖുർആനിലുണ്ട്. അതിന്റെ മാന നമുക്കറിയില്ല. അല്ലാഹു പറഞ്ഞത് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു. അതിന് അല്ലാഹു ഉദ്ദേശിച്ചൊരു മാനയുണ്ട്. മാനയിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ഇതാണ് സഹോദരന്മാരെ സ്വഹാബത്തും എല്ലാ മഹാന്മാരും പഠിപ്പിച്ചത്. കണ്ടോ? അപ്പൊ അലിഫ്ലാമീൻ പോലെയാണ്. അപ്പൊ അലിഫ്ലാമീൻ പോലെയാണല്ലേ കിൽതായ യമീൻ. എന്നാ പിന്നെ നിങ്ങളുടെ ഒറ്റ കിതാബിൽ നിങ്ങൾ പഠിക്കുമ്പോ കിൽതായ യമീൻ എന്താ അർത്ഥം? കിൽതായ യമീൻ
അലിഫ്ലാമി പോലെയാണോ? നിങ്ങളോടല്ലേ എന്ന് ഉദ്ധരിച്ചത്? നിങ്ങളുടെ തന്നെ പ്രസിദ്ധീകരണങ്ങളിൽ തന്നെ മൻഫിസ്സമായി എന്നുള്ളതിന് ആകാശത്തുള്ളവൻ എന്ന് നിങ്ങൾ അർത്ഥം കൊടുത്തിട്ടില്ലേ? അലിഫ്ലാമി പോലെയാണോ നിങ്ങൾ അർത്ഥം കൊടുത്തിട്ടില്ലേ? എൻസിരു എന്നതിന് എൻസിരു എന്നാണോ നിങ്ങൾ പറയാറുള്ളത്? ഇറങ്ങും എന്ന് നിങ്ങൾ എഴുതിയിട്ടില്ലേ? ഇറങ്ങി വന്നു നിൽക്കും എന്ന് നിങ്ങൾ എഴുതിയിട്ടില്ലേ? യദുൻ എന്നതിന് കൈ എന്ന് നിങ്ങൾ എഴുതിയിട്ടില്ലേ? വജുഹുൻ എന്നത് മുഖം എന്ന് നിങ്ങൾ എഴുതിയിട്ടില്ലേ? അലിഫ്ലാമി പോലെയാണെങ്കിൽ നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ അർത്ഥം വെക്കാൻ പാടുണ്ടോ? നിങ്ങളുടെ തന്നെ മാസികയിൽ റിസാല മാസികയിൽ, റിസാല വാരികയിൽ, നിങ്ങളുടെ റിസാല, അതിൽ നിങ്ങൾ അർത്ഥം കൊടുക്കേണ്ടത് ആകാശത്തുള്ളവൻ നിങ്ങളെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുകയും അന്നേരം ഭൂമി വിറക്കുകയും ചെയ്യില്ലെന്ന് നിങ്ങൾ നിർഭയാവസ്ഥയിലാണോ? അല്ല, ആകാശത്തുള്ളവൻ നിങ്ങളുടെ മേൽ ചരൽ കാറ്റയക്കില്ലെന്ന് നിങ്ങൾ സമാധാനപ്പെടുകയാണോ? അപ്പൊ നിങ്ങൾ ഏതിനാ അർത്ഥം കൊടുത്തത്? നിങ്ങൾ ഏതിനാ അർത്ഥം കൊടുത്തത്? മൻഫിസ്സമായി എന്ന് 2 തവണ അതാ സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു ചോദിച്ചിട്ടില്ലേ? അമിൻതും മൻഫിസ്സമാ. നിങ്ങളുടെ ആശയപ്രകാരമാണെങ്കിൽ അലിഫ്ലാം മീം എന്ന് പറയുമ്പോൾ മൻഫിസ്സമാ എന്നിടത്ത് നിങ്ങളെന്ത് പറയണം? മൻഫിസ്സമാ അങ്ങനല്ലേ പറയാൻ പാടുള്ളൂ. പക്ഷെ നിങ്ങൾ എന്താ കൊടുത്തത്? മൻഫിസ്സമാ എന്നുള്ളത് എന്താ? നിങ്ങൾ ആ ആയത്തിന്റെ അർത്ഥം നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ കൊടുത്തപ്പോ നിങ്ങൾ എഴുതിയില്ലേ ആകാശത്തുള്ളവൻ, ആകാശത്തുള്ളവൻ എന്ന്? ആരെപ്പറ്റി എഴുതിയത്? അള്ളാഹുവിനെ സംബന്ധിച്ച്. അങ്ങനെ നിങ്ങളോട് ചോദിച്ചിട്ട്, നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ചോദിച്ചിട്ട് മിണ്ടിയിട്ടില്ലല്ലോ. ഒന്ന് മറുപടി പറയണേ. പിന്നെ മൂപ്പരൊരു പ്രത്യേകമായ ആപത്തിലൊരു കാര്യം ചോദിക്കുന്നുണ്ട്. അതെന്താ? ഈ മൗലവിമാരുടെ കാര്യം എന്താ പ്രശ്നം? എന്താ പ്രശ്നം? സക്കരിയ സലാഹി പറയുന്നു. എന്ത്? സക്കരിയ സലാഹി പറയുന്നു അല്ലാഹ് ഇടതില്ല, രണ്ടും വലതാണ്. സലാഹി അങ്ങനെ പറയുമ്പോ അൽമനാറിൽ എഴുതുന്നു. എന്ത്? അൽമനാറിൽ എഴുതുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വലത്തെ കൈകൊണ്ട് ആകാശം പിടിക്കും, ഇടത് കൈകൊണ്ട് ഭൂമിയും ചുരുട്ടും എന്ന് അതാ ഹദീസുണ്ട് എന്ന നിലയ്ക്ക് അതാ അൽമനാർ എഴുതുന്നു എഴുതിയത്. ഒരു ഹദീസിന്റെ അർത്ഥം എഴുതിയതാ അൽമനാറിൽ. അത് മൂപ്പര് പറഞ്ഞില്ല. അൽമനാറിൽ സ്വന്തം അഭിപ്രായം എഴുതുകയാണെന്ന നിലക്ക് എഴുതിയ ആ ഒരു സംഭവവും മൂപ്പരെടുത്തുകൊണ്ട് അങ്ങനെ സ്വന്തം അഭിപ്രായം പറയുകയാണെന്ന നിലക്ക് ആ നിലക്ക് ധ്വനിപ്പിക്കുന്ന സംസാരവും ഇവിടെ വെച്ച് സംസാരിച്ചിട്ട് മൂപ്പർ ഒരു കയ്യിൽ ഇങ്ങനെ സലാഹി പ്രസംഗിച്ചതിനെ പറ്റി ചോദിക്കുന്നു, ഒരു കയ്യിൽ ഇങ്ങനെ അൽമനാറും പിടിച്ചിട്ട് ചോദിക്കേണ് സലാഹിയെ സ്വീകരിക്കണോ, അൽമനാർ സ്വീകരിക്കണോ, അതോ രണ്ടും തള്ളണോ എന്ന് ചോദിച്ച് അൽമനാറേറ്. രണ്ടും തള്ളണോ? കൂലിത്തൊഴിലാളികൾ തക്ബീർ വിളിച്ച് ആവേശം കൊണ്ട മുസ്ലിയാന്മാര് കുട്ടികളുടെ പാപം ഏറ്റെടുക്കണേ മുസ്ലിയാരേ നിങ്ങൾ. കാരണം ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് വായിച്ചിട്ടാ സലാഹി പറഞ്ഞിട്ടുള്ളത്. അത് ഞങ്ങളുടെ വകയായിട്ട് പറഞ്ഞതുമല്ല. സലാഹി അവിടെ വിശദീകരിച്ചത് എന്താണ്? ഇബ്നു ഹുസൈമ റഹിമഹുള്ളയുടെ തൗഹീദിൽ നിന്നുള്ള ഉദ്ധരണി, ആ ആശയമാണ് അവിടെ സലാഹി പറഞ്ഞത്. തൗഹീദിൽ നമുക്ക് കാണാം, കിതാബിലുണ്ടോ? പേരോട് മറുപടി പറയണം. എന്താ കിതാബിലുള്ളത്? വനഖൂലു നാം പറയും എന്ത്? അന്നലില്ലാഹി അസ്സ വജല്ല യദൈനി യമീനൈനി ലാ ശിമാല ഫീഹിമാ ഖദ് അഅലമന അല്ലാഹു തബാരക വതആല അന്ന ലഹു യദൈനി വഖബ്ബറനാ നബിയുനാ അന്നഹുമാ യമീനാനി ലാ ശിമാല ഫീഹിമാ. ഇതെടുത്തുകൊണ്ടാണ് ബഹുമാന്യനായ സക്കരിയ സലാഹി വിശദീകരിച്ചത്. അത് മൂപ്പര് കൽപ്പിച്ചു. അൽമനാറിലൊരു ഹദീസാ ഉദ്ധരിച്ചത്. അതേതാ ഹദീസ്? യത്വില്ലാഹു അസ്സ വജല്ല അസ്സമാവാതി യൗമൽ ഖിയാമ സുമ്മ യഖുദുഹുന്ന ബിയദിഹിൽ യുംനാ സുമ്മ യഖൂലു അനൽ മലിക് അയ്നൽ ജബ്ബാറൂൻ അയ്നൽ മുതകബ്ബിറൂൻ സുമ്മ യത്വിൽ അർദീന ബിശിമാലിഹി സുമ്മ യഖൂലു അനൽ മലിക് അയ്നൽ ജബ്ബാറൂൻ അയ്നൽ മുതകബ്ബിറൂൻ. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ് അൽമനാറിൽ വായിച്ചത്. അതാണ്